ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ അടിയന്തരാവസ്ഥയുടെ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പരിഗണിക്കേണ്ട വിഷയങ്ങൾ എന്താണ് എന്നുള്ളതാണ് കുറച്ച് സമയം മാത്രം എടുത്ത് ഞാൻ പറയാൻ ശ്രമിക്കണം. ഇപ്പോൾ ഇത് മാത്രമല്ല, ഈ പറയുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, വേറെ പ്രശ്നങ്ങളുണ്ടാവും. ഞാനൊരു 4 പ്രശ്നങ്ങളാണ് പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ഈ അടിയന്തരാവസ്ഥ എന്നത് ഇന്ത്യൻ ഭരണവ്യവസ്ഥയുടെ ഒരു പാളിച്ച, ഒരപഭ്രംശം, ഒരു എന്താ പറയുക, വഴിതെറ്റ്. നേരായി പോകുന്ന സമയത്ത് ഒരു വഴിതെറ്റാണ് സംഭവിച്ചത്. അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് ഇതിങ്ങനെ വരും ചെയ്യും. അങ്ങനെയുള്ള ഒരു എന്താണ്, ഒരു അബറേഷൻ ആണോ, അതോ ഈ ഭരണവ്യവസ്ഥയ്ക്കകത്ത് തന്നെ കുടിപാർക്കുന്ന ഏതോ ഒരു പ്രവണതയുടെ എന്താണ് മാനിഫെസ്റ്റേഷനാണ്? അത് പുറത്തേക്ക് വരിക, അകത്തുള്ളത് പുറത്തേക്ക് വരലാണോ? ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അത് നമ്മളിവിടെ ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. എന്താ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ RSSുമായി CPIM സഹകരിച്ചത് കൊണ്ടാണ്, കൂട്ടുകൂടിയത് കൊണ്ടാണ് ഇപ്പോൾ മോഡിയുടെ ഭരണം ഇതിലേക്ക്, അല്ലെങ്കിൽ RSSന് അധികാരത്തിലേക്ക് എത്താനുള്ള വഴിയൊരുക്കിയത് ആ ഒരു സഖ്യവും ആണ്. ആ CPMൻ്റെ രാഷ്ട്രീയം, CPM ആണ് അതിലൊരു പ്രതി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ട്. അതും പരിശോധിക്കണം. മൂന്നാമത്തത്, അടിയന്തരാവസ്ഥയുടെ അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും. നാലാമത്തെ കാര്യം, ഈ 50 കൊല്ലം മുമ്പത്തെ അനുഭവങ്ങളെ ഇന്നത്തെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാൻ നമുക്ക് എത്രത്തോളം എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ 4 കാര്യങ്ങളെപ്പറ്റിയും അതർഹിക്കുന്ന അത്ര ആഴത്തിൽ പറയാനൊന്നും ഞാൻ ഈ അവസരത്തിൽ ശ്രമിക്കുന്നില്ല. ഞാനത് പറഞ്ഞു വെക്കുക മാത്രം. അതിൽ ആദ്യത്തെ പ്രശ്നം എടുക്കുക. ഇപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഈ ഭരണവ്യവസ്ഥയ്ക്കകത്ത് തന്നെയുള്ള ഒരു പ്രവണതയുടെ പ്രത്യക്ഷപ്പെടലാണോ, അതോ പുറത്തുനിന്ന് ഒരു എന്താ പറയുക, ഒരു ദുർഭഗ നിമിഷത്തിൽ കടന്നു വന്ന ഒന്നാണ്. ഇത് പറയുമ്പോൾ ഇപ്പം ജനാധിപത്യം ഉള്ള ഇന്ത്യ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യം എന്ന് പറയുന്നത് മാനവ ചരിത്രത്തിൻ്റെ തന്നെ ഒരു ചക്രവാളം, അതിനെത്തിച്ചേരാൻ കഴിയുന്ന ഒരാത്യന്തിക ചക്രവാളമാണ് ഈ ജനാധിപത്യ വ്യവസ്ഥ എന്നൊരാശയം. ഒരു കാലത്ത് ചിലർ ഉയർത്തുകയുണ്ടായി. ഇപ്പോൾ 1992 സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഒരു അമേരിക്കൻ പ്രൊഫസർ, അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ദ എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദി ലാസ്റ്റ് മാൻ എന്നാണ് പുസ്തകം. അപ്പോൾ അതിൽ അദ്ദേഹം പറയണത്, ഈ ജനാധിപത്യം ആണ് മനുഷ്യന് എത്തിച്ചേരാൻ കഴിയുന്ന എന്താണ് ഒരു പരമപദം ചരിത്രത്തിന്. ഇതിനപ്പുറം ഒന്നുമില്ല. അതിനപ്പുറം ഉണ്ടെന്ന് കരുതിയിരുന്ന, അല്ലെങ്കിൽ ഉണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന കമ്മ്യൂണിസമൊക്കെ തകർന്നുപോയി. അപ്പോൾ ജനാധിപത്യം മാത്രമാണ് ഇനി നിലനിൽക്കാൻ പോകുന്നു എന്നൊരാശയം. അതിൻ്റെ വിശദാംശങ്ങൾക്ക് പോകല്ല. അപ്പോൾ ജനാധിപത്യം അന്തിമമാണ് എന്നൊരാശയം, ജനാധിപത്യം അവികലമാണ് എന്നൊരാശയം, ജനാധിപത്യം കേവലമാണ് എന്നൊരാശയം.
ഇതാ കേവലാണെന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ 100% ജനാധിപത്യമാണ്. അതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അതിൽ വസ്തുത എന്താ? ഏതാധിപത്യത്തിനും ആധിപത്യം ഉണ്ടാവണ ചില 2 കാര്യങ്ങളുമാണ്. ഒന്നെന്താണ്? ആധിപത്യം വഹിക്കുന്ന ഒരാൾ. 2, ആധിപത്യം സഹിക്കുന്ന ഒരാൾ. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരിക്കലും കേവലമാവില്ല. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ ആധിപത്യം വഹിക്കുക. അപ്പോൾ പിന്നെ സഹിക്കാനാരാ? അന്യഗ്രഹത്തിൽ നിന്ന് ജീവികളെ കൊണ്ടുവരട്ടെ. അപ്പം അങ്ങനൊരു സംഭവമില്ല. ആധിപത്യം എപ്പോഴാണ് ഉണ്ടായത്? ആധിപത്യം ഉണ്ടായത് സമൂഹത്തിൽ വർഗവിഭജനം ഉണ്ടായപ്പോഴാണ്. വർഗവിഭജനം ഉണ്ടായപ്പോഴാണ് ആധിപത്യം ഉണ്ടായത്. വർഗവിഭജനം ഉണ്ടായപ്പോൾ ആധിപത്യം ഉണ്ടായത് എന്തിനാ? ഈ വർഗങ്ങൾ തമ്മിലുള്ള തർക്കം തീർക്കാനുള്ള ഒരു മീഡിയേറ്റർ അല്ല ഈ ആധിപത്യം. വർഗങ്ങൾ തമ്മിലുള്ള തർക്കം അപരിഹാര്യമാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് എന്ത്? ആധിപത്യം. അപ്പോൾ ആധിപത്യം എന്ന് പറയുന്നത് വർഗ സമൂഹത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. 2, ആധിപത്യം എന്ന് പറയുന്നത് വർഗ ചൂഷണത്തിനുള്ള ഒരു ഉപകരണമാണ്. 3, ആധിപത്യം എന്ന് പറഞ്ഞാൽ വർഗാധിപത്യമാണ്. അത് ഏതാധിപത്യമായാലും, രാജാധിപത്യമായാലും ഏകാധിപത്യമായാലും സ്വേച്ഛാധിപത്യമായാലും ജനാധിപത്യമായാലും ഏതാധിപത്യം എന്താണ്? വർഗാധിപത്യം. പക്ഷെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ വർഗാധിപത്യമാണ് എന്ന യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കാനുള്ള ഒരു സാമർഥ്യം ജനാധിപത്യ വ്യവസ്ഥ പ്രകടിപ്പിക്കും. അതാണ് ജനാധിപത്യം. അതാണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത, സ്പെസിഫിസിറ്റി. രാജാധിപത്യവും ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം, ജനാധിപത്യം എന്താണ്? ഇല്ലേ, എന്താണ്? വെൽവെറ്റോറ അല്ല, ആ ഇരുമ്പ് മുഷ്ടിയെ മറച്ചു പിടിക്കുന്ന ഒരു പട്ടു കയ്യുറ, അതാണ് ജനാധിപത്യം. ഇരുമ്പ് മുഷ്ടി ഉണ്ട്, പക്ഷെ ആ ഇരുമ്പ് മുഷ്ടി പട്ടുറയ്ക്കുള്ളിൽ മറച്ചു വെക്കപ്പെട്ടിരിക്കും. ഇതാണ് ജനാധിപത്യം. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോയാൽ വലിയ പാടാന്ന് തോന്നുന്നു. ജനാധിപത്യം എന്ന് പറയുന്നത് എന്തോ ഒരു അവികലമായ ഒരു ആദർശ ചക്രവാളമാണ് എന്ന ഒരു സങ്കല്പം വെച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച ചർച്ചകൾ പലരും നടത്തുന്നത് കാണാറുണ്ട്. അത് ശരിയല്ല. ജനാധിപത്യം എന്താണ്? ആധിപത്യമാണ്, വർഗാധിപത്യമാണ്. പക്ഷെ അതിന് ഈ എന്താണ് വെൽവെറ്റ് ഗ്ലൗസ് ഉണ്ടെന്ന് മാത്രം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ ആധിപത്യത്തെ സാധൂകരിക്കുന്ന, ആധിപത്യത്തിന് ജനങ്ങളുടെ അംഗീകാരം മേടിച്ചെടുക്കുന്ന, ആധിപത്യത്തിന് ജനപിന്തുണ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം, അതിനാണ് എന്ത്? ഈ വെൽവെറ്റ് ഒറ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സവിശേഷമായ സംവിധാനത്തിൻ്റെ സാമർഥ്യം ജനാധിപത്യത്തെ നിലനിർത്തുന്ന, അതിന് ആയുസ് നീട്ടിക്കൊടുക്കുന്ന, അതിന് ജനങ്ങളെ ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അതിൻ്റെ ശക്തി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പം നോക്കൂ, ഇന്ത്യയുടെ ഒരു അനുഭവം വെച്ച് നോക്കുക. സ്വാതന്ത്ര്യം കിട്ടി. ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഈ സ്വതന്ത്ര ഭാരത ഭരണവിധാനം, അതിന് ഈ ജനപിന്തുണ ഉണ്ടായിരുന്നു അല്ലേ? ഇന്ത്യൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത അവരുടെ സപ്പോർട്ടോടുകൂടി, പിന്തുണയോടുകൂടിയാണ് എന്ത് വന്നത്? നെഹ്റു ഗവൺമെൻറ് വരുന്നത്. അല്ലാതെ എന്താ ഓട് പൊളിച്ച് ഇറങ്ങിയതല്ല. ഈ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായത്? ഈ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് വെച്ചാൽ ആ സപ്പോർട്ട് സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും. അതിനാണ് ഐഡിയോളജി എന്ന് പറയുന്നത്. ഐഡിയോളജി എന്ന് പറയുന്നത് ജനങ്ങളുടെ പിന്തുണ നിർമ്മിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ്. ഏത് ഐഡിയോളജിയാണ് ഈ ഭരണ സംവിധാനത്തിന് ജനപിന്തുണ നേടിക്കൊടുത്തത്? അതാണ് നാഷണലിസം. ഇന്ത്യൻ നാഷണലിസമാണ് സ്വതന്ത്ര ഭരണ സംവിധാനത്തിന് ജനപിന്തുണ സൃഷ്ടിച്ചെടുത്ത പ്രത്യയശാസ്ത്രം. ഈ ദേശീയത, നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇന്ത്യ വ്യത്യസ്ത മതങ്ങളുടെ രാജ്യമാണ്, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ജനതയുള്ള രാജ്യമാണ് അല്ലേ? അതിന് വ്യത്യാസങ്ങളുണ്ട്, വേറെയും വ്യത്യാസങ്ങളുണ്ട്, പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ദേശീയത എന്തായത്? മതനിരപേക്ഷവും അതുപോലെ തന്നെ
ഈ വിവിധ ഭാഷക്കാരായ ജനങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് നമ്മളെന്ന് പറയുന്നത് ഫെഡറലിസം എന്ന് പറയുന്ന ആശയം വരുന്നത്. അപ്പോൾ സെക്കുലറും ഫെഡറലുമായിട്ടുള്ള ഒരു രാഷ്ട്രസങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ലഗസിയാണ്. സ്വാതന്ത്ര്യ സമരം കൈമാറി തന്നതാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ സാധ്യമാക്കുകയും വിജയിപ്പിക്കുകയും ചെയ്ത ഒരു ഐഡിയോളജി തന്നെയാണ് സ്വാതന്ത്ര്യാനന്തര ഭരണ സംവിധാനത്തെയും ലെജിറ്റിമൈസ് ചെയ്യാൻ, സാധൂകരിക്കാൻ പ്രയോജനപ്പെടുത്തിയത്. ഇതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടി നേടിയതല്ല. RSSും മുസ്ലിം ലീഗും ഒഴിച്ച് മറ്റെല്ലാ സംഘടനകൾക്കും സ്വാതന്ത്ര്യ സമരത്തിൽ എന്തുണ്ട്? ഏറ്റക്കുറച്ചിലോടുകൂടി പങ്കുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര കാലത്തും ഈ പുതിയ ഭരണ സംവിധാനത്തിലും ഈ എല്ലാ പാർട്ടികൾക്കും എന്തുണ്ട്? ഏറ്റക്കുറച്ചിലോടുകൂടി പങ്കുള്ള ഒരു സംവിധാനമായിട്ട്. അതാണ് മൾട്ടി പാർട്ടി ഡെമോക്രസി. അപ്പോൾ എന്താണ്? സെക്കുലർ, ഫെഡറൽ, നാഷണലിസം, മൾട്ടി പാർട്ടി ഡെമോക്രസി. ഇതാണ് പുതിയ ഇന്ത്യയുടെ ഒരു ഘടന. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ പറഞ്ഞ ഈ ഭരണത്തിന് പിന്തുണ നിർമ്മിച്ചെടുക്കുന്ന ഈ ഐഡിയോളജി ഒരു ഭാഗത്ത്, ഭരണ സംവിധാനം എന്ന് പറയുന്നത് മറുഭാഗത്ത്. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, വ്യത്യാസമുണ്ട്. ഭരണം എന്താ? ആധിപത്യം എന്താ? ആധിപത്യം എന്ന് പറഞ്ഞാൽ വർഗാധിപത്യമാണ്. ഏത് വർഗത്തിൻ്റെ ആധിപത്യമായിരുന്നു ഇന്ത്യയിൽ? അല്ലെങ്കിൽ ആണ് ഒന്ന് ബിഗ് ബൂർഷ്വാസ്, രണ്ട് ലാൻഡ് ലോർഡ്സ്, മൂന്ന് ഫോറിൻ ഫൈനാൻസ് ക്യാപിറ്റൽ. ഈ മൂന്നും എന്താണ്? തൃശ്ശൂലം എന്ന് പറയണോ, മൂന്ന് മുനയുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് അല്ലേ? ഈ മൂന്ന് ശക്തികളുടെ ആധിപത്യമാണ് എവിടെ ഉള്ളത്? ഇന്ത്യയിലുള്ളത്. മനസ്സിലായോ? ആരും തർക്കമൊന്നുമില്ല. പക്ഷെ ആ ശക്തികളുടെ ആധിപത്യത്തെ എന്താണ്? ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് നെഹ്റു ഗവൺമെൻറ് രാജ്യം ഭരിച്ചത്. ജനങ്ങളുടെ പിന്തുണ കൊടുത്തു. അചോദ്യമായ നേതൃത്വം അതിനുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ ഈ ലാൻഡ് ലോർഡും ഈ ബിഗ് ബൂർഷ്വാസിയും അധികാരം നടത്തുന്ന എന്തിനാ? ആധിപത്യം വഹിക്കുന്ന എന്തിനാ? ചൂഷണം ചെയ്യാം അല്ലേ? അപ്പം സ്വാഭാവികമായിട്ടും ഈ ആധിപത്യം വഹിക്കുന്ന വർഗവും ആധിപത്യം സഹിക്കുന്നവരും തമ്മിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? വൈരുദ്ധ്യം ഉണ്ടാവും. ഈ വൈരുദ്ധ്യത്തെ വിളക്കിച്ചേർക്കുക, അതിനും ഈ പറഞ്ഞ സാധനം തന്നെ ഉപയോഗിക്കുക, ഈ ഐഡിയോളജി. ഈ വൈരുദ്ധ്യത്തെ, ഈ അധികാരി വർഗത്തിൻ്റെ യഥാർത്ഥ മുഖത്തെ മറച്ചു പിടിക്കാനും അധികാരി വർഗവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ വിളക്കിച്ചേർക്കാനും ഒക്കെ ഈ ഐഡിയോളജി തന്നെയാണ് പ്രയോജനപ്പെടുക. പക്ഷേ ഈ വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യം മൂർച്ഛിക്കും. ഈ വൈരുദ്ധ്യം മൂർച്ഛിക്കുന്നു മാത്രമല്ല, ഈ വൈരുദ്ധ്യത്തെ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുണ്ടാവും അല്ലേ? ആ ശ്രമമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്. ആ വൈരുദ്ധ്യം പുറത്തു കൊണ്ടുവരുന്നതിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ വിജയമാണ് 1957 സാധ്യമാക്കിയത്. മനസ്സിലായോ? അപ്പോൾ 57 എന്താ ഉണ്ടായത്? 57 ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ പറഞ്ഞ പോലെ ഓട് പൊളിച്ചിട്ടല്ല, ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയാണ് അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തതെന്താ? അധികാരത്തിൽ വന്നപ്പോൾ ഈ പരിമിതികളുള്ള, ഈ വൈരുദ്ധ്യമുള്ള, ആത്യന്തികമായി ജനവിരുദ്ധമായ ഈ ജനാധിപത്യ വ്യവസ്ഥയുണ്ട്, ഈ ഭരണവ്യവസ്ഥ, ഇതിനെ പൊളിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഇതിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കാനും ബാധ്യതകളെ പരമാവധി എന്താണ് നിർവീര്യമാക്കാനുമാണ് ശ്രമിച്ചത്. അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, വാക്കും പോക്കും തമ്മിലുള്ള. വാക്കെന്തായിരുന്നു? ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസം, ചേരിചേരാ നയം, സാർവത്രിക വോട്ടവകാശം, പഞ്ചവത്സര പദ്ധതി, പഞ്ചായത്ത് രാജ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നേരത്തെ പറഞ്ഞ ഈ മൂന്ന് മുനകളുള്ള ആയുധം കൊണ്ടുള്ള നിരന്തരമായ നിഷ്ഠുരമായ എന്നിട്ട് ആക്രമണം. അതുകൊണ്ടാണ് AKG ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യത്തെ
മറ്റേ പ്രസിഡന്റിൻ്റെ നയപ്രഖ്യാപനത്തെ എതിർത്തുകൊണ്ട് AKG നടത്തിയിട്ടുള്ള പ്രഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് നയപ്രഖ്യാപനമല്ല, ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനം. അപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, ഇതിനകത്തുള്ള ഈ അയൺ ഹാൻഡിൻ്റെ ഉണ്ട് ഇതിനകത്ത് എന്നുള്ള മുന്നറിയിപ്പാണ് ആദ്യത്തെ പാർലമെൻറ്റിൽ ആദ്യത്തെ പ്രസിഡന്റിൻ്റെ നയപ്രഖ്യാപനത്തെ വിമർശിച്ചുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ്. അതിൻ്റെ റിയാലിറ്റി AKG മാത്രമേ പറഞ്ഞുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പം ഇതിനെ എക്സ്പോസ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും മോശമല്ല. ഏത് ജനാധിപത്യം മോശമല്ല, സാർവത്രിക വോട്ടവകാശം മോശമല്ല, ബഹുകക്ഷി മോശമല്ല, സോഷ്യലിസം എന്ന് പറയുന്നത് മോശമല്ല, സെക്യുലറിസം എന്ന് പറയുന്നത് മോശമല്ല, ചേരിച്ചേരാ നയം എന്ന് പറയുന്നത് മോശമല്ല, പഞ്ചവത്സര പദ്ധതി മോശമല്ല, പഞ്ചായത്ത് രാജ് മോശമല്ല, പൊതുമേഖല മോശമല്ല. ഇതൊക്കെ നല്ല കാര്യങ്ങളല്ല. അപ്പം ഇതിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുകയും ഈ ജനവിരുദ്ധ നടപടികളെ തുറന്നു കാണിക്കുകയും ചെയ്യുക എന്നുള്ളൊരു സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണം കിട്ടുമ്പോൾ ചെയ്തു. അപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള, ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണ് ശ്രമിച്ചത്. എങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യം ദുർബലാവുക? നേരത്തെ ജയദേവൻ അംബേദ്കറെ പറ്റി പറഞ്ഞു. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടത്തിയിട്ടുള്ള ഡിസ്കഷൻസിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം എന്താ? ഇന്ത്യക്കിപ്പോൾ നമുക്ക് രാഷ്ട്രീയ ജനാധിപത്യം കിട്ടി, എന്നാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടി എന്നർത്ഥം ആണ്. ജനാധിപത്യം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയ ജനാധിപത്യം കിട്ടി. പക്ഷേ ഈ രാഷ്ട്രീയ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ സാമൂഹ്യ ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും കൂടി ഉണ്ടാവണം. അപ്പോൾ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്തെന്താ? ഈ രാഷ്ട്രീയ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി പരിമിതമായ ഒരു സംസ്ഥാന അധികാരത്തിൻ്റെയും എന്താ പറയുക വിഭവങ്ങളുടെയും പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഈ രാഷ്ട്രീയ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സാമൂഹ്യ ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും നടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണം. നാരായണ ഗുരു മഹാത്മാഗാന്ധിയായി നടത്തിയിട്ടുള്ള സംവാദത്തിൻ്റെ 100ാം വാർഷികമാണ്. ആ സംവാദത്തിലെ ഒരു വിഷയം എന്തായിരുന്നു? ജാതി എന്ത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് വിഷയം. അപ്പോൾ ഗാന്ധിക്ക് ജാതിയെ പറ്റിയിട്ട് വളരെ കൃത്യവും സുചിന്തിതവുമായ അഭിപ്രായം ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ അഭിപ്രായം എന്താ? ജാതി വ്യവസ്ഥയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതിന് സംഭവിച്ചിട്ടുള്ള ഒരു എന്താണ് അപഭ്രംശമാണ്. അതുകൊണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒഴിവാക്കി കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ അന്യൂനമായ ഒരു സാമൂഹ്യ ഘടനയാണ് എന്ത് ജാതി വ്യവസ്ഥ. ഇതാണ് ഗാന്ധിയുടെ അഭിപ്രായം. ഇത് അദ്ദേഹം ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല, തുറന്ന് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ജാതിയെപ്പറ്റി, ജാതി പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ പരിഹാരം എന്താ? ഐത്തോച്ചാടനം. അതാണ് ഐത്തല്യൻ്റെ പിന്നെ പ്രശ്നമില്ല. അംബേദ്കർ ജാതി പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താ? അദ്ദേഹം പറഞ്ഞത് ഈ ഹിന്ദു ആയിരുന്നു കൊണ്ട് ജാതി പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഹിന്ദു മതത്തിന് പുറത്തു കിടക്കലാണ്, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഗാന്ധി വിചാരിച്ചെന്താണ്? സവർണരുടെ മനം മാറ്റത്തിലൂടെ, സവർണരാണല്ലോ ഈ അയിത്തം ആചരിക്കുന്നത്, അവരുടെ മനം മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. അംബേദ്കർ വിചാരിച്ചെന്താ? അവർണരുടെ മതം മാറ്റത്തിലൂടെ ജാതി പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ജാതി മർദ്ദനത്തിൽ നിന്ന് മോചനം കിട്ടും. ഈ പ്രശ്നമാണ് ഗാന്ധിയും ഗുരുവും തമ്മിൽ ചർച്ച ചെയ്യണം. അപ്പോൾ ഈ മതം മാറുന്നതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ഗാന്ധി ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ആത്മീയമായ മോചനത്തിന് ഏതു മതവും സ്വീകരിക്കാം, എന്നാൽ ഭൗതികമായ മോചനമാണ് പ്രശ്നമെങ്കിൽ പരിഗണിക്കുന്നെങ്കിൽ എന്താണ്? മതം കൊണ്ട് പരിഹാരമാവില്ല. അതിനെന്താണ്? ഒന്ന് വിദ്യാഭ്യാസം വേണം, രണ്ട് സമ്പത്തും വേണം. വിദ്യാഭ്യാസവും വേണം, സമ്പത്തും വേണം, എന്നാൽ മാത്രമേ ഭൗതികമായ മോചനം ഉണ്ടാവുള്ളൂ. ആരുടെ അഭിപ്രായം? നാരായണ ഗുരുവിൻ്റെ അഭിപ്രായം. ഈ നാരായണ ഗുരുവിൻ്റെ നിരീക്ഷണത്തെ പ്രയോഗവൽക്കരിക്കാൻ വിനീതമായി ശ്രമിക്കുകയാണ് 1957 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. ഇന്ന് വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും
സമ്പത്തിൻ്റെ റീഡിസ്ട്രിബ്യൂഷനിലൂടെ എല്ലാവർക്കും എന്താണ്, എല്ലാവർക്കും ഈക്വലാക്കില്ല. പിന്നെയോ എന്തെങ്കിലും ഒരു നിൽക്കാനൊരു തറ അങ്ങനെയുണ്ടല്ലോ. മുകളിൽ ആകാശവും താഴെ ഭൂമിയല്ല, താഴെ ഒന്നുമില്ല. മുകളിൽ ആകാശം മാത്രമേ ഇല്ലേ, താഴെ ഭൂമിയില്ല. ഭൂരിപക്ഷം പേർക്കും താഴെ എന്തില്ല, ഭൂമിയില്ല. ഈ കാല് നിൽക്കുന്ന മണ്ണ് പോലും തങ്ങളുടെ അല്ല. മനസ്സിലാവുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ. അതൊന്ന് മാറിയിട്ട് ഈ ഒരു സമഗ്രമായ എന്താണ് സമ്പത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു റീഡിസ്ട്രിബ്യൂഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു സാർവത്രികമായി കൊണ്ടുവരാൻ ശ്രമം ഇതാണ് നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ നിയമപരവും ഭരണപരവുമായ നടപടികൾ എടുക്കുകയാണ് 1957 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. അതിനെതിരായിട്ടാണ് വിമോചന സമരം നടന്നത്. അതിൻ്റെ ശേഷമാണ് ഈ 356 വകുപ്പ് ഉപയോഗിച്ച് ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. മനസ്സിലായി? അവിടെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താ? ഒന്ന് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിലാണ് ആ ഗവൺമെൻറ് ജനാധിപത്യ വിരുദ്ധമായി പിരിച്ചുവിട്ടത്. ജനാധിപത്യ വിരുദ്ധം എന്ന് പറയാൻ കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്താണ്, ജനങ്ങളുടെ പിന്തുണയുണ്ട്. ഇനി ജനങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വെക്കണം, എന്നിട്ട് പുറത്താക്കണം. മനസ്സിലായോ? ജനങ്ങളുടെ പിന്തുണ ഈ സർക്കാരിനില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് പിന്തുണ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ടെസ്റ്റാണല്ലോ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് തോറ്റ് പോയിക്കോട്ടെ, ചവിട്ടി പുറത്താക്കിക്കോ. അതല്ല ജനാധിപത്യം. അതിനു പകരം 356 വകുപ്പ് ഉപയോഗിച്ചാൽ പിരിച്ചുവിട്ടു. മനസ്സിലായോ? അപ്പോൾ ഈ ഭരണഘടനയാണ് അവിടെ പറഞ്ഞു, നേരത്തെ ജയദേവൻ സൂചിപ്പിച്ച പോലെ ഭരണഘടനയ്ക്കകത്ത് തന്നെ ഇതിനൊക്കെയുള്ള വകുപ്പുണ്ട്. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത. മനസ്സിലായോ? കൊല്ലാനും വളർത്താനും പറ്റുന്ന ഇരുതല മൂർച്ചയുള്ള വാള ഈ ഭരണഘടന വല്ലാതെ കയറി പറയണ്ട കേട്ടോ. വല്ലാതെ കയറി പറഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റാണ്ടേവേ. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തെ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഭരണഘടന പിച്ച് ചീത്തുക എന്നുള്ളതാണ് പറയുന്നത്. വേറെ വർത്താനില്ല. ഇപ്പോൾ കയറിയിട്ട് ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ ഗ്രന്ഥം പോലെയാണ് ഓരോരുത്തർ സംസാരിക്കുന്നത്. ഭരണഘടന എന്ന് പറഞ്ഞാൽ കോരി തേക്കുക. അത് അവരുടെ കുറ്റമല്ല, നമ്മുടെ കാലം അത്രയും പിന്നാക്കം പോയിരിക്കണം എന്നുള്ളതാണ്. അത് ഈ പറയുന്നവരുടെ കുറ്റമല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ ചെറുപ്പത്തിൽ ഭരണഘടന പിച്ചിക്കയറെന്ന് പറയുന്ന സമയത്ത് അന്നത്തെ ലോകവും അന്നത്തെ കാലവും അല്ല ഇന്ന്. ആ വെളിച്ചങ്ങളൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? വെളിച്ചം പോയാൽ നമ്മളെന്താ ചെയ്യുക? ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ കുട്ടിക്കാലത്ത് ഇതൊരു പഴയ ഒരു തറവാടാണ്. അവിടെ 3-4 മൂട്ട വിളക്കാറുണ്ട്. അതൊക്കെ ഒരു നിലവിളക്കോ എന്തൊക്കെയാണ് ഉണ്ടാവുക. വിളിച്ചേ വീട്ടിലേ ഇലക്ട്രിസിറ്റി വന്നപ്പോൾ ഈ വിളക്കൊക്കെ നമ്മളെന്ത് ചെയ്യും? ഉപേക്ഷിച്ചു. പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും കറണ്ട് കട്ട് വന്നാൽ വീണ്ടും, അപ്പോഴല്ല അന്നത്തെ കാലത്തെ കഥ ഞാൻ പറഞ്ഞു. കറണ്ട് കട്ട് വന്നാൽ വീണ്ടും നമ്മൾ ഈ വിളക്കിലൊക്കെ ഒന്ന് മണ്ണെണ്ണ വന്നോ നോക്കിയില്ലേ? പതിവില്ലേ? ഉണ്ടായിരുന്നില്ലേ? അതുപോലെയാണത്. വെളിച്ചം മുഴുവൻ പോയപ്പോൾ ഈ മണ്ണെണ്ണ വിളക്കൊക്കെ എന്തായി? വിലപ്പെട്ടതായി, അഭികാമ്യമായി. അതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഭരണഘടന എന്താണ്? പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പറയുമ്പോൾ മറക്കണ്ട. ഇത് ഇന്നത്തെ പത്രത്തിൽ കണ്ടു, പറയുമ്പോൾ അത് പത്രത്തിലല്ല ഏതോ ചാനലിൽ കണ്ടു. ഈ പാർട്ടിയിലുള്ള ആളുകൾ വാവിട്ട വാക്ക് പറയരുത് തോന്നുന്നു. ഒരു തീരുമാനമുണ്ട്. എനിക്കറിയില്ല കേട്ടോ. വാക്ക് സൂക്ഷിച്ച് പറയണമെന്ന്. അപ്പോൾ ഈ ഭരണഘടനയെ പറ്റി സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. ഭരണഘടനയെ പറ്റി വല്ലാതെ അങ്ങോട്ട് കയറി പറയണ്ട കേട്ടോ. ഈ ഭരണഘടനയ്ക്കകത്ത് തന്നെ എന്താണ്? സകല സാധ്യതകളും സകല പരിമിതികളും ഇതിനകത്തുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനയിലെ 356 വകുപ്പ് ഉപയോഗിച്ചിട്ടാണ്. അതെന്തിനാ ഉപയോഗിച്ചത്? ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയ അത് എന്ന കുറ്റം ചെയ്തതിനാണ് ഗവൺമെൻറ്റിനെ, മണിപ്പൂർ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടില്ല. മനസ്സിലായോ? അതേസമയത്ത് ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഞാൻ ഈ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാണ് സംസാരിക്കണം. നമ്മളൊക്കെ കേരളത്തിലുള്ളവരാണ്. മാത്രമല്ല നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പം നമ്മളതിൻ്റെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളം, ഇന്ത്യ എന്നുള്ള രീതിയിലാണിത് ചർച്ച ചെയ്തു പോകുന്നത്. അതിനുശേഷം എന്താ ഇവിടെ ഉണ്ടായത്? അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾക്ക് പോകില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വലിയൊരു സംവാദം 50കളിൽ ആരംഭിച്ചു. നമ്മുടെ പാർട്ടിയിൽ അങ്ങനെയാണ്. ഇത് ഒരു സംവാദം തീരുമ്പോഴേക്കും
അടുത്ത സംവാദം തുറക്കും. അപ്പോൾ 1951 സെറ്റിൽ ചെയ്താണ് ഒരു വിഷയം. ചരിത്രം ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് 53 ആയപ്പോഴേക്കും വീട്ടിൽ തുടങ്ങി. ഗൗരവമായിട്ടുള്ള നില ഇത് മോശമല്ല. പണ്ട് നമ്പൂരി ഏട്ടനും അനിയനും കൂടി തർക്കിച്ച പോലുള്ള തർക്കമല്ല അത്. സംവാദം ഗൗരവം തന്നെയാണ്. അപ്പോൾ എന്താ സംവാദം എന്ന് വെച്ചാൽ ഈ പറഞ്ഞില്ലേ, ഈ ഒരു ഇതുണ്ട്. ഏതാണ് ഈ വെൽവെറ്റ് ഉറയും ഇരുമ്പ് മുഷ്ടി എന്ന് പറയുന്നുള്ളൂ. ഇത് രണ്ടും ഉണ്ട് എന്ന് കാണുന്നത്, അതിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം കാണുക എന്ന അപകടമാണ് പറ്റിയത്. ഈ വെൽവെറ്റ് ഉറയെ കണ്ടു, അതിനകത്ത് ഇരുമ്പ് മുഷ്ടി ഉണ്ടെന്ന് കാണാൻ കഴിയാതെ പോയി. അതുപോലെ ഈ വെൽവെറ്റ് ഉറ ഉണ്ടെന്ന് കാണാതെ ഇരുമ്പ് മുഷ്ടി മാത്രം കണ്ടാലും അപകടമാണ്. ഇത് രണ്ടും മനസ്സിലാക്കണം. അതാണ് ഡയലക്റ്റിക്കൽ അപ്രോച്ച് എന്ന്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിഭാഗം ഈ വെൽവെറ്റ് ഉറ എന്ന് പറഞ്ഞാൽ ചേര നയം, ഇന്തോ ചീന, സോവിയറ്റ് സൗഹൃദം, സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി, പഞ്ചവത്സര നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ അങ്ങോട്ട് കണ്ടിട്ടാണ് ഭ്രമിച്ചു വെച്ചാൽ. അപ്പോൾ ഈ റിയലായിട്ടുള്ള ഈ ഭരണ നടപടികൾ എന്താണ്, ഭരണകക്ഷി പറയുന്ന മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ എന്താണ്, വാക്കും പോക്കും തമ്മിലുള്ള പൊരുത്തക്കേടിൽ വാക്കിൽ വ്യാമുഗ്ധരാവുകയും പോക്ക് തിരിച്ചറിയാതെ പോകുന്ന ഫലമായിട്ട് ഈ ഒരു പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വന്നു. അത് പൊട്ടിത്തെറിച്ച് പാർട്ടി തന്നെ രണ്ടായി. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാടുന്നു. അത് കഴിഞ്ഞിട്ട് 1900 പാർട്ടി അതിന് ശേഷമാണ് 65 തിരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ CG പണിക്കരൊക്കെ മത്സരിച്ചു. ഇവിടെ CG പണിക്കർ ഒറ്റപ്പാലത്ത് PP ഇവിടെ അതിനെതിരായിട്ട് നിന്ന് കോണശ്ശേരിയാണോ അതോ EP ഗോപാലനൊക്കെയാണ്? EP അല്ലേ? EP എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ ആലോചിച്ച് നോക്കുക. ഞാൻ ഇതിലായിട്ട് ബന്ധമില്ലാതെ പറയട്ടോ. EP എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടുത്തെ ഏത് മാനദണ്ഡം കൊണ്ട് നടന്നാലുള്ള വലിയ ഹീറോ ആണ്. കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് EP. ഈ സൗത്ത് മലബാറിലെ ആ EP ആരോരും അറിയാത്ത CG പണിക്കർ മത്സരിച്ച് തോൽപ്പിച്ച കഥ ഓർമ്മയുണ്ടല്ലോ. ജനം അന്നത്തെ ആളുകൾ ഇന്നത്തെ ആളുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ വന്നിട്ട് കാണണം, മുണ്ടണം, കല്യാണത്തിന് വരണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം, എന്തൊക്കെ വേണം അല്ലേ? അന്ന് ഇവരൊക്കെ ജയിലില്ല, ഇവരെ കണ്ടിട്ടൊന്നുമില്ല. CG പണിക്കരുടെ അടുത്തുള്ള വീട്ടുകാരല്ല പാർട്ടിക്കാരറിയണ്ടോ? നാട്ടുകാരൊന്നും അറിയില്ലപ്പാ. EP എല്ലാവരും അറിയാം. എവിടെ നോക്കിയാലും കാണാവുന്ന ഒരാളാണ് EP. ആ EP-യോടുള്ള ആരാധന മൂത്തിട്ടാണ് ചെറുകാട് മുത്തശ്ശി എന്നുള്ള നോവൽ എഴുതിയത്. ആ മുത്തശ്ശി നോവലിൽ നടുനായകത്വം വഹിക്കുന്ന ക്യാരക്ടർ ഗോപാലൻ ആണ്. ഗോപാലൻ തന്നെയാണ്. മനസ്സിലായോ? ഇതിഹാസമാണ്. മലബാറിൻ്റെ വിപ്ലവത്തെ ഒരു അതിൻ്റെ ഒരു എപ്പിക് ഡയമെൻഷനിൽ ആവിഷ്കരിക്കുന്ന നോവലാണ് മുത്തശ്ശി. അപ്പോൾ ആ ഇതിഹാസ നായകൻ എന്നൊക്കെ പറയില്ല. ഇതിഹാസ നായകൻ എന്ന് പറഞ്ഞാൽ വലിയ ആളുകളാണ് ഇതിഹാസത്തിൽ. നമ്മളെ മാതിരിയുള്ള പിഗ്മികളല്ല. ഇതിഹാസത്തിലൊക്കെ വലിയ വലിയ ആളുകളാണ്. അങ്ങനെയുള്ള ഒരാളായിരുന്നു EP. ആ EP-യെ തോൽപ്പിച്ചത് CG അല്ലെങ്കിൽ തന്നെ ചെറിയ ആളാണ്. ഫിസിക്കലി തന്നെ ചെറിയ ആളാണ്. ഞാൻ പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPIM കയറി വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ ഈ ഭരണവ്യവസ്ഥയുടെ അകത്തുള്ള അന്തർലീനമായ വൈരുദ്ധ്യത്തെ നിരന്തരം തുറന്നു കാട്ടാനും വിളിച്ചു പറയാനും ശ്രമിച്ച കുറ്റത്തിന് പാർട്ടി വളർക്കപ്പെട്ടു എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഭൂരിപക്ഷം നൽകിയപ്പോൾ ആ നിയമസഭ പോലും ചേരാൻ അനുവദിക്കാതെ നിയമസഭയെ പിരിച്ചുവിട്ടു. അതും ഈ രാജ്യത്ത് നടന്നതാണെന്ന് പറയാം. ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചു പോകണം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. അത്രയല്ലേ? അത് കഴിഞ്ഞ് 67 വന്നു. 67 വന്നപ്പോഴേക്കും 8 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെട്ടു. അപ്പോഴേക്കും ഇന്ദിരാഗാന്ധി രംഗത്തു 67. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഈ കോൺഗ്രസിൻ്റെ അധികാര കുത്തക തകർക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം രാജ്യത്ത് വളർന്നു. അത് കോൺഗ്രസിനകത്ത് പ്രതിസന്ധി ഉണ്ടാക്കി. അങ്ങനെ കോൺഗ്രസ് വളർന്നു. ഇൻഡിക്കേറ്റും സിൻഡിക്കേറ്റുമായിട്ട് മാറി. കോൺഗ്രസ് സിൻഡിക്കേറ്റായിട്ട് മാറി എന്ന് മാത്രമല്ല, ആ 2 വിഭാഗത്തിൻ്റെയും കൂടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ അണിനിരക്കാൻ തുടങ്ങി. കോൺഗ്രസ് സിൻഡിക്കേറ്റിൻ്റെ കൂടെ CPI പോയി, മറ്റവരുടെ കൂടെ സോഷ്യലിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ പാർട്ടികൾ തന്നെ വളർന്നു. പിന്നെ ജനസംഘുണ്ട്, സ്വതന്ത്ര പാർട്ടിയുണ്ട്. അവരൊക്കെ കോൺഗ്രസിൻ്റെ മറുഭാഗത്തേക്ക് കൂടെ പോയി. ഇൻഡിക്കേറ്റിൻ്റെ കൂടെ CPI,
CPIM മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളും ഒറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഭരണവ്യവസ്ഥയ്ക്കകത്ത് അന്തർലീനമായിട്ടുള്ള ഈ വൈരുദ്ധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ഒറ്റ പാർട്ടി മാത്രമേ ഇന്ത്യയിലുള്ളൂ, CPIM. അതുകൊണ്ടാണ് CPM അനിഹലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് 1972 ബംഗാളിൽ എന്താ ചെയ്തത്? ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ 72 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവുകയും ഇന്ദിരാഗാന്ധി കോൺഗ്രസിനെ പിളർക്കുകയും ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് യുദ്ധത്തിൽ വിജയിക്കുകയും ഇന്ദിര വലിയ നേതാവായിട്ട് ഉയരുകയും ചെയ്തതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണം ചെയ്തെന്താ? ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചു. അപ്പോൾ 59 തെരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു. 65 തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പിരിച്ചുവിട്ടു. 72 തെരഞ്ഞെടുപ്പ് തന്നെ. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവിഷ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? തെരഞ്ഞെടുപ്പാണ്. സാർവത്രിക വോട്ടവകാശവും തെരഞ്ഞെടുപ്പും. ആ സാർവത്രിക വോട്ടവകാശവും തെരഞ്ഞെടുപ്പും എന്ന ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാരത്തെ തന്നെയാണ് നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, ഇന്ത്യൻ ജനങ്ങളും ഈ വെളിവിലേക്ക്, ഈ തിരിച്ചറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 1967 മുതൽ 1977 അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആ ഒരു 5-8 കൊല്ലക്കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുണ്ടായിട്ടുള്ള ഈ മാറ്റം മറിച്ചിലുകളും പിളർപ്പുകളും പുനരണിചേരലുകളും മാത്രമല്ല, ജനങ്ങളുടെ ഇടയിലും വലിയ മാറ്റമുണ്ടായി. ഈ സർക്കാരിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള സമരങ്ങളുണ്ടായി. 1968 ഒരു വൺ ഡേ സ്ട്രൈക്ക്, പോസ്റ്റൽ ജീവനക്കാരുടെ ഒരു ഏകദിന സമരമുണ്ടായി. ആ ഒരൊറ്റ ദിവസത്തെ സമരത്തെ നേരിടാൻ വേണ്ടി നേരിട്ടപ്പോഴാണ് 22 ആൾ വെടിവെച്ചു കൊന്നു. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കേട്ടോ, ഒന്നും ആർക്കും അറിയില്ല. ഒറ്റ ദിവസത്തെ സൂചനാ പണിമുടക്കിനെ നേരിട്ടപ്പോൾ 22 ആളാണ് മരിച്ചത്. ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിൽ, ഒറീസയിലും ബീഹാറിലൊക്കെ. കേരളത്തിൽ അന്ന് EMS ആണ് മുഖ്യമന്ത്രി. EMS പറഞ്ഞു CRP അയച്ചിരുന്നു കേരളത്തിലേക്ക്. CRPക്കാരൊക്കെ അവിടെ ഇരുന്നാൽ മതി, ഇവിടെ ക്രമസമാധാനം പാലിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ വെടിവെപ്പുണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്ത്യയിൽ പല ഭാഗത്തും അതിക്രൂരമായി ഈ ഒരു ദിവസത്തെ പണിമുടക്ക അവകാശം എന്ന് പറയുന്നത് ഭരണഘടനാദത്തമായിട്ടുള്ള പൗരാവകാശപ്പെട്ടതാണ്. പണിമുടക്കാനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ്. ആ ജനാധിപത്യ അവകാശം പ്രകടിപ്പിച്ച ഇന്ത്യയിലെ സംഘടിത തൊഴിലാളി വർഗത്തെ വെടിവെച്ചു കൊന്നു, ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചു. അപ്പോൾ ആ ഒരു സമരം മുതൽ 74 റെയിൽവേ തൊഴിലാളികളുടെ പണിമുടക്ക് വരെ, 74 റെയിൽവേ തൊഴിലാളികളുടെ പണിമുടക്ക്. ഇന്ത്യൻ റെയിൽവേയിലും ഇന്ത്യൻ P&Tയിലും ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഈ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികളുടെ പണിമുടക്കുണ്ടാവും. ഇന്ത്യയിലാകെ ഇങ്ങനെ ജനങ്ങളും ഭരണവും തമ്മിലുള്ള വൈരുദ്ധ്യം മൂർച്ഛിക്കും. ഇത് കോൺഗ്രസിനകത്ത് പുതിയ പ്രസിദ്ധികളുണ്ടാക്കും. അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് കേസും മറ്റു കാര്യങ്ങളും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ എടുക്കുന്നു. അങ്ങനെയാണ് 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഈ 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താ? ഈ കോൺഗ്രസ് നെഹ്റു തുടർന്നിട്ടുള്ള നയങ്ങൾ തന്നെയാണ് ഇന്ദിരാഗാന്ധി മുന്നോട്ട് കൊണ്ടുപോയത്. പൂർണ്ണമായിട്ടും നെഹ്റുവിൻ്റെ പാരമ്പര്യത്തെ ബ്രേക്ക് ചെയ്യുന്നില്ല ഇന്ദിരാഗാന്ധി. നെഹ്റുവിൻ്റെ പാരമ്പര്യത്തെ തുടരുകയാണ് ചെയ്തത്. ഇന്തോ സോവിയറ്റ് സൗഹൃദം ഉയർത്തിപ്പിടിച്ചു. ഇല്ല, ഇപ്പം പറഞ്ഞില്ലേ, ഭരണഘടനയിൽ സോഷ്യലിസവും മതേതരത്വവും നിങ്ങൾ 2 വാക്കുകൾ എഴുതി ചേർത്ത് ഈ അടിയന്തരാവസ്ഥ കാലത്താണെന്ന് പറഞ്ഞില്ല. അപ്പം അങ്ങനെ അതുപോലെ CPIയെ കൂടെ നിർത്തി, CPIയെ ഒപ്പം നിർത്തി. CPI അങ്ങനെ ചരിത്രപരമായിട്ട് ദൗത്യം നിർവഹിച്ച പാർട്ടി കേട്ടോ. കാരണം 1967 മുതൽ 75 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി പുറത്താവുന്നവരുള്ള ആ 10 കൊല്ലക്കാലം ഈ ഇന്ദിരാ കോൺഗ്രസിനെ അത് സൃഷ്ടിക്കുന്ന ഒരു പുരോഗമന പക്ഷമാണ്. മറ്റവരാണ് വലതുപക്ഷം, ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്ന് ഇവരുടെ വാദത്തെ സാധൂകരിക്കുന്നതിനുള്ള പല തന്ത്രങ്ങളിൽ ഒന്നുണ്ടായിരുന്നു CPIയെ കൂട്ടുന്നത്. ഈ ചില ഇതിൽ മറ്റേ യാചനയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ചില സ്ത്രീകളൊക്കെ, പുരുഷന്മാരും ആവാം, ഈ കുട്ടികളെ, ചെറിയ കുട്ടികൾ, അവരുടെ ആവില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും മോഷിച്ചതോ കുട്ടിയെടുത്തു കൊണ്ടുപോകും, പൊക്കത്ത് വയ്ക്കും. എന്നിട്ട് ഒന്നുമില്ല കുട്ടിയെ
വശിക്കണപ്പാ കുട്ടിക്ക് വശിക്കണു, അതുകൊണ്ട് നീ തരുന്നു വയ്ക്കുന്നു. അതുപോലെ ഈ CPI ഒക്കത്ത് വെച്ചിട്ട് ഇന്ദിരാഗാന്ധി ഇതിനെ കാട്ടിയിട്ട് ഇതിനെ കാട്ടിയിട്ട് അന്താരാഷ്ട്ര അന്ന് സോവിയറ്റ് യൂണിയനുണ്ട്, അന്ന് സോവിയറ്റ് യൂണിയൻ അതിൻ്റെ പ്രതാപത്തോട് നിൽക്കുന്ന രാജ്യമാണ്, കാലമാണ്. മാത്രമല്ല ലോകത്തിലാകെ ഇന്നത്തെ മാതിരിയല്ല അന്ന് ഇന്നത്തെ മാതിരി ലോകമായിട്ടില്ല. അന്ന് ഇടതുപക്ഷ ആശയങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കും വലിയ അംഗീകാരവും പിന്തുണയും നിലനിൽക്കുന്ന കാലമാണ്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അതേ വർഷമാണ് വിയറ്റ്നാമിലെ വിമോചന സമരം വിജയിക്കുന്നത്. അമേരിക്കൻ പട്ടാളത്തെ ഈ ഇത്തിരി പോന്ന വിയറ്റ്നാമിലെ ധീര പോരാളികൾ ചെറുത്ത് തോൽപ്പിച്ചത് ഈ 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അതേ വർഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോകമാണെന്ന്. അതുകൊണ്ട് ലോക പൊതുജനാഭിപ്രായം, സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ പിന്തുണ, ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്തും പ്രഖ്യാപിച്ചതിന് ശേഷം തുടരുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. പക്ഷെ അതിലൊന്നും ആ ഒരു തന്ത്രങ്ങളിലൊന്നും മയങ്ങാതെ ആ രാഷ്ട്രീയ സാഹചര്യത്തെ വളരെ കൃത്യമായി അപഗ്രഥിക്കാൻ നമുക്ക് കഴിയും, CPIM കഴിയും. ഞാൻ ഓർക്കുന്നുണ്ട് 1972 കോട്ട മൈതാനിയിൽ ഒരു പൊതുയോഗത്തിൽ EMS ഒരു പ്രസംഗം നടത്തിയത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. EMS പറഞ്ഞു, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാളയായിരുന്നല്ലോ അതിൻ്റെ കോൺഗ്രസിൻ്റെ ചിഹ്നം. അപ്പോൾ ആ കാള രണ്ടും നോക്കാക്ക് വലിച്ചെറിഞ്ഞ് കാള 2 വഴിക്ക് പോയി. അപ്പം CPIക്കാർ ഒരു കാളയുടെ വാല് പിടിച്ചിട്ടുണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടി മറ്റേ കാളയുടെ വാലും പിടിച്ചിട്ടുണ്ട്. എന്നാൽ കാളയുടെ വാല് പിടിക്കാൻ ഞങ്ങളില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാനും ആ കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കാനും നമ്മളെ പാർട്ടിക്ക് കഴിഞ്ഞു. ഞാൻ അപ്പം ഇതാണ് ഇങ്ങനെ. അപ്പം ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? ഭരണഘടനയിലെ 352 വകുപ്പ് ഉപയോഗിച്ചിട്ടാണ്. അതിന് വകുപ്പുണ്ട് ഇവിടെ ഭരണഘടന. അപ്പോൾ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന ഈ ജനാധിപത്യത്തെ, പൗരാവകാശങ്ങളെപ്പോലും, ജീവിക്കാനുള്ള അവകാശം പോലും റദ്ദാക്കപ്പെട്ട ഒരു കാലത്തെ സാധ്യമാക്കുന്നതിനും ഈ ഭരണഘടനയിൽ എന്തുണ്ട്? വകുപ്പുണ്ട്. ഭരണഘടന ഉപേക്ഷിച്ചിട്ടല്ല, ഭരണഘടന മാറ്റിയിട്ടല്ല, അതായത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ മറ്റേ മെത്തേഡ് ഉപയോഗിച്ചിട്ടല്ല, ഭരണഘടനയ്ക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെയാണ് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്, ഏകാധിപത്യ പ്രവണത എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് തന്നെ അന്തർലീനമാണ് എന്നത്. അതിൻ്റെ ഒരു വലിയ, പലപ്പോഴും പ്രകടമായിട്ടുണ്ട്, അതിൻ്റെ വലിയൊരു എക്സ്പ്രഷനായിരുന്നു അടിയന്തര. അത്രയേ ഉള്ളൂ അതിന് പ്രാധാന്യം, അല്ലെങ്കിൽ അത്ര പ്രാധാന്യം ഉണ്ട്, എങ്ങനെ വിചാരിച്ചാലും വിരോധമില്ല. അതിനപ്പുറം അതിനെ കാണുന്നില്ല എന്നർത്ഥം. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ, ഇന്നത്തെയും അന്നത്തെയും സിറ്റുവേഷൻ തമ്മിലുള്ള വ്യത്യാസം അല്ല, ആ രണ്ടാമത്തെ പോയിന്റ് അതല്ല. RSSന് മാന്യത നേടിക്കൊടുത്തത് അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിൽ അവരുമായി CPIM സഹകരിച്ചത് കൊണ്ടാണ് എന്നാണ് ആക്ഷേപം. അത് CPIക്കാർക്കും അഭിപ്രായമുണ്ട്, അവരിപ്പോൾ അതും അല്ലാതെ ഉറച്ച് പറയില്ല എന്ന് മാത്രമേ അഭിപ്രായമില്ല, ഇല്ല അത് പുറത്ത് പറയില്ല. കോൺഗ്രസ് അത് നന്നായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻ അല്ലെ കോൺഗ്രസിൻ്റെ നിലപാട് ഇതാണ്. ഇന്നത്തെ ഇന്ത്യയെ സാധ്യമാക്കിയത് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം. ഞാൻ പറയുന്ന അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രക്ഷോഭവും തെരഞ്ഞെടുപ്പും അതിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചതുമാണ് ഇന്നത്തെ സാഹചര്യത്തെ സാധ്യമാക്കിയതെങ്കിൽ അതിൻ്റെ മൂലകാരണം ഏതാ? അതിൻ്റെ മൂലകാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണല്ലോ അല്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ അതിനെതിരായിട്ട് സമരം വേണ്ടി വന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപനമാണ് ആദിപാപം, ഒന്ന്. രണ്ട്, ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസ്സിന് RSSനോട് വലിയ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. RSSനുമായിട്ട് സഹകരിച്ച് തന്നെയാണ് പോയിരുന്നത്. 1971 RSSൻ്റെ നേതാവായിട്ടുള്ള വാജ്പേയിയാണ് പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ദുർഗയാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ ദുർഗയാണ്. ദുർഗ എന്ന് പറഞ്ഞാൽ ഇത് വാളും എന്തോ കൈയൊക്കെ ഇതൊക്കെ കയ്യിലുള്ള ദേവതയാണ്. കേട്ടോ, ദുർഗ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു എന്താണ് ആയുധം ധരിച്ച ഇന്ത്യൻ ദേശീയതയുടെ മൂർത്തിയായിട്ടാണ് ആരെ ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചത്, വാജ്പേയി. അപ്പോൾ അവരുടെ നിലപാടതായിരുന്നു. പക്ഷേ RSSനെ അതേപോലെ അവർക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ ഈ അന്താരാഷ്ട്ര ഓഡിയൻസിൽ ലോകത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ
അവരുടെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ സാധൂകരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു പ്രോഗ്രസീവായ ഈ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അനിവാര്യമായ ഒരിടത്ത നടപടിയാണെന്ത്? അടിയന്തരാവസ്ഥ എന്നാണ് അവരുടെ ആർഗ്യുമെൻ്റ്, എന്നാണ് അവരുടെ വാദം. ആ വാദത്തെ സാധൂകരിക്കാൻ വേണ്ടി ആണ് അവർ RSSനെ നിരോധിച്ചത്. RSSനെ നിരോധിക്കുക മാത്രമല്ല, ഫാസിസത്തിനെതിരായിട്ട് വലിയ ക്യാമ്പയിൻ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നു. നമ്മൾ പറയും ഇന്ദിരാഗാന്ധിയാണ് ആ ഫാസിസം, അർത്ഥ ഫാസിസം നടപ്പാക്കിയിരുന്നത്. പക്ഷേ ഇന്ദിരാഗാന്ധി കോൺഗ്രസും പറഞ്ഞു, CPI ഒന്നും പറഞ്ഞെന്താ? ഫാസിസ്റ്റുകൾ ആരാണ്? പുറത്തുള്ളവരാണ്. ആ പുറത്തുള്ള ഫാസിസ്റ്റുകളെ തടയാണ്, ഇങ്ങനെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആരെയത്? ഇന്ദിരാഗാന്ധി ചെയ്തത്. ആ വാദത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് RSSനെ നിരോധിച്ചത്. അല്ലാതെ RSSുമായിട്ട് എന്താണ് സൈദ്ധാന്തികമായ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടായതുകൊണ്ടല്ല. അത് മാത്രമല്ല, ഈ RSSന് സാധൂകരണം നൽകിയത് എപ്പോഴാദ്യം? RSSന് ആദ്യമായിട്ട് സാധൂകരണം നൽകിയത് ഇപ്പോഴൊന്നുമല്ല. 1960കളിൽ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരത്തെ പറഞ്ഞ പിളർപ്പിൻ്റെയൊക്കെ സന്ദർഭത്തിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി ഗുൽസാരിലാൽ നന്ദ പറഞ്ഞെന്താ ചെയ്തെന്താ? RSSകാർ ദേശഭക്തരാണെന്ന് വിശേഷിപ്പിച്ചു, കമ്മ്യൂണിസ്റ്റുകാർ ദേശദ്രോഹികളാന്ന് പറഞ്ഞ് ജയിലിറക്കി അല്ലേ? ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാണനെപ്പോലും ബലിയർപ്പിക്കാൻ തയ്യാറായ ഒരു പ്രസ്ഥാനത്തെ ദേശദ്രോഹികളായി മുദ്രകുത്തുകയും രാഷ്ട്രപിതാവിൻ്റെ ചോര കുടിച്ച ഒരു പാർട്ടിയെ ദേശഭക്തരായി രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത് കോൺഗ്രസ്സാണ്. ആ കാലത്ത് തന്നെ 60കളിൽ തന്നെ അതവിടെ നിൽക്കട്ടെ. 1971 കാര്യം പറഞ്ഞു. അപ്പം നമുക്കറിയാം, ഇവിടെ പാലക്കാട് 1971 AKG ഇവിടെ മത്സരിക്കുക. അവസാനത്തെ അദ്ദേഹത്തിൻ്റെ മത്സരം ഇവിടെ പാലക്കാടാണ്. അന്ന് AKGക്കെതിരായിട്ട് മത്സരിച്ചത് TC ഗോവിന്ദൻ ആയിരുന്നു. ഞങ്ങളെ കോളേജിൽ ഒറ്റപ്പാലം NSSൽ നമ്മളെ പ്രൊഫസറായിരുന്നു. TC ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അല്ല, RSSകാരനാണ്, ജനസംഘക്കാരനാണ്. അദ്ദേഹമാണ് AKGക്കെതിരായിട്ട് മത്സരിച്ചത്. TCG ആണ്. ആ TCG കോൺഗ്രസും ലീഗും CPI ഒക്കെ പിന്തുണയ്ക്കാണ് ചെയ്തത്. മനസ്സിലായോ? മറക്കണ്ട. അപ്പോൾ ഈ RSSുമായി സഹകരിക്കുകയും അവർക്ക് സാധൂകരണം നൽകുകയും അവർക്ക് മാന്യത നൽകുകയും ഒക്കെ ചെയ്തത്, തുടർച്ചയായി ചെയ്തത് കോൺഗ്രസ്സാണ് എന്നുള്ളത് നമ്മൾ മറക്കണ്ട. അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. പിന്നെ ജനതാ പാർട്ടി പോയി. 1950 തെരഞ്ഞെടുപ്പിൽ ഈ RSSൻ്റെ പിന്തുണ കോൺഗ്രസ്സിലാണ് കിട്ടിയത്. 1984 RSSൻ്റെ പിന്തുണ കോൺഗ്രസ്സിലാണ് കിട്ടിയത്. 1954 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതും സിഖുകാർക്കെതിരായിട്ടുള്ള ഇതൊക്കെ നടന്നില്ലേ? അപ്പോൾ അന്ന് അതിന് കോൺഗ്രസിൻ്റെ പിന്തുണ കൊടുത്ത RSS ആണ്. അത് കഴിഞ്ഞ് 86 ഈ പള്ളി തുറന്നു കൊടുത്തത് RSS ആണ്. 89 കോൺഗ്രസ്സാണ്. 89 കല്ല് വെക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത രാജീവ് ഗാന്ധിയാണ്. അത് കഴിഞ്ഞ് 91 പള്ളി പൊളിക്കുമ്പോൾ മൗനാനുവാദം കൊടുത്തതും കോൺഗ്രസ്സാണ്. ഇനിയും ധാരാളം പറയാനുണ്ട്. ഞാൻ പറഞ്ഞത്, അപ്പോൾ RSSന് ഈ ഇന്ത്യൻ പൊതുജീവിതത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് ഗാന്ധിയുടെ കൊലപാതകത്തോടുകൂടി മാളത്തിലേക്ക് വലിഞ്ഞ RSSനെ ഈ പൊതുജീവിതത്തിലേക്ക്, മുഖ്യധാരയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ് എന്ന വാദം ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ നിരവധി സംഭവങ്ങളെ എടുത്തുദ്ധരിച്ച് നമുക്ക് നിഷേധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞു മാത്രം. മൂന്നാമത്തെ കാര്യം, അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ? അന്ന് ഞാൻ പറഞ്ഞു, അന്ന് വളരെ പ്രോഗ്രസീവായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വയ്ക്കുകയും എന്നാൽ അത്യന്തം ജനദ്രോഹപരമായ ഭരണ നടപടികളെടുക്കുകയും ചെയ്യാതെ. അപ്പോൾ ഈ പ്രോഗ്രസീവായ മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടാണ് ജനങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത്. അല്ലാതെ ഈ ജനദ്രോഹ നടപടികൾ മനസ്സിലാവുണ്ടോ പറഞ്ഞത്? കോൺഗ്രസിൻ്റെ ജനദ്രോഹ നയങ്ങളെക്കല്ല പിന്തുണ, പിന്നെയോ കോൺഗ്രസിൻ്റെ പുരോഗമന നയങ്ങൾക്ക്, ജനദ്രോഹ നടപടികൾക്കല്ല, പുരോഗമന നയങ്ങൾക്കാണ്. പക്ഷെ ആ പുരോഗമന നയങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന പിന്തുണ ജനദ്രോഹ നയങ്ങൾ നടപ്പാക്കാനാണ് കോൺഗ്രസ് ഉപയോഗിച്ചിരുന്നത്. അന്ന്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഇവർ പറയുന്നതും ഇവർ പ്രവർത്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ഇന്ന് എന്താണ്, നയങ്ങളും റിഗ്രസീവാണ്, നടപടികളും റിഗ്രസീവാണ്. അന്ന് നയങ്ങൾ പ്രോഗ്രസീവാണ്, നടപടികൾ റിഗ്രസീവാണ്. അത് തമ്മിലൊരു പൊരുത്തക്കേടുണ്ടായി. ആ പൊരുത്തക്കേട് തുറന്നു കാട്ടപ്പെട്ടപ്പോൾ കോൺഗ്രസ് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു, തോറ്റുപോയി. മനസ്സിലായോ? ജനസ്വാധീനത്തിൽ ഇടിവോന്നു. എന്നാൽ ഇവിടെ ഇപ്പം അതല്ല.
ഇവിടെ റിഗ്രസീവായിട്ടുള്ള നയങ്ങളാണ്, റിഗ്രസീവായിട്ടുള്ള നടപടികളുമാണ്. ഈ റിഗ്രസീവായ നയങ്ങൾക്കാണ് ജനങ്ങളുടെ പിന്തുണ. അതുകൊണ്ട് തന്നെ ഈ റിഗ്രസീവായ നടപടികൾക്കും എന്തുണ്ട്? ജനങ്ങളുടെ പിന്തുണയുണ്ട്. അത് ശ്രദ്ധിക്കണം. ഒരു പുതിയ ഒരു സാധനമാണ്. അപ്പോൾ 500 കൊല്ലം പഴക്കമുള്ള അയോധ്യയിലെ പള്ളി പൊളിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയത് അല്ലേ? അതാണ് സംരക്ഷിക്കുന്നു പറഞ്ഞാൽ പോയത് അല്ല. വാക്കും പോക്കും തമ്മിൽ പൊരുത്തണ്ടെന്ന്, അത് പൊരുത്തക്കേടില്ല. പൊള്ളിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞ് പോയി പൊളിച്ചു അല്ലേ? അത് ഒരു ദിവസം പറയല്ല, 100 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ 370 വകുപ്പ് എടുത്തു കളയും, എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും, പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പറയാത്ത കാര്യമല്ല. അപ്പോൾ പറച്ചിലും പ്രവൃത്തിയും ഒന്നാണ്. പറച്ചിലിന് പിന്തുണയുണ്ട്, അതുകൊണ്ട് തന്നെ പ്രവൃത്തിക്കും പിന്തുണയുണ്ട്. ഇതൊരു പുതിയ സിറ്റുവേഷനാണ്. അപ്പോൾ കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മളെടുത്ത ആയുധങ്ങളും ആയോധന രീതികളും ഇവിടെ മതിയാവുകയില്ല. രണ്ടാമത്തെ കാര്യം, അന്ന് കോൺഗ്രസ് ചെയ്തെന്താ? ഭരണകക്ഷി ദേശസ്നേഹി, പ്രതിപക്ഷത്തുള്ളവരൊക്കെ ദേശദ്രോഹികൾ. ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ വിദേശ ശക്തികളുടെ പിന്തുണയോടുകൂടി ശ്രമിക്കുന്നവരാണ് ആര്? പ്രതിപക്ഷ പാർട്ടികൾ. രാജ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. ഭരണപക്ഷി പ്രതിപക്ഷവും. രാഷ്ട്രീയ സമൂഹം വിഭജിക്കപ്പെട്ടു. ഇന്നാരാ രാജ്യസ്നേഹി, ഇന്നാരാ രാജ്യദ്രോഹി? ഇന്ന് ഭൂരിപക്ഷം രാജ്യസ്നേഹിയും ന്യൂനപക്ഷം രാജ്യദ്രോഹിയാണ്. പാർട്ടികളല്ല, പാർട്ടികൾക്കിടയിലുള്ള വിഭജനമല്ല, പിന്നെയോ സമൂഹത്തിലുള്ള വിഭജനം. സിവിൽ സൊസൈറ്റിക്കകത്താണ് ഡിവിഷൻ. ഇത് വളരെ ഗൗരവമാണ്. അതിപ്പോൾ അവിടെ എത്തി. ഭൂരിപക്ഷം രാജ്യസ്നേഹി, ന്യൂനപക്ഷം രാജ്യദ്രോഹി എന്ന് മാത്രമല്ല, ഭൂരിപക്ഷം സ്വദേശി, ന്യൂനപക്ഷം വിദേശി. അത്രയ്ക്കായി. ന്യൂനപക്ഷം വിദേശിയാണ്, ഭൂരിപക്ഷം സ്വദേശിയാണ്. ഇങ്ങനെ സിവിൽ സൊസൈറ്റിക്കകത്ത് ആണ് വിഭജനം ഉണ്ടാകുന്നത്. ഈ വിഭജനം കൂടുതൽ ആഴമേറിയതാണ്, കൂടുതൽ മാരകമാണ്. അത് വിളക്കി ചേർക്കുക എന്നത് എത്രയോ അധികം അധ്വാനവും വെല്ലുവിളിയും ഉള്ള കാര്യം. സിവിൽ സൊസൈറ്റിയാണ് വിഭജിക്കുന്നത്. ഇത് വളരെ പ്രധാനം. അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തെ പറ്റിയിട്ടുള്ള സംവാദം RSSകാർ നടത്തുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ. നമ്മളെക്കാൾ കൂടുതൽ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവർ. പക്ഷെ അവർ ഡിസ്കസ് ചെയ്യുന്നത് എന്താ? അവർ ഡിസ്കസ് ചെയ്യുന്ന അടിയന്തരാവസ്ഥയുടെ മറവിൽ ഭരണഘടനയിൽ മതനിരപേക്ഷതയും സോഷ്യലിസവും കയറ്റിക്കൊണ്ടുപോകുന്നു. അപ്പോൾ അവർക്ക് ആക്ഷേപം എന്തിനോടാണ്? അടിയന്തരാവസ്ഥയോടല്ല, അടിയന്തരാവസ്ഥയിൽ നടന്ന ജനവിരുദ്ധ നടപടികളോടല്ല, നേരത്തെ പറഞ്ഞ തുർക്കുമാൻ ഗേറ്റിലെ സംഭവത്തോടല്ല, നിർബന്ധിത വന്ധീകരണത്തോടല്ല. പിന്നെയോ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയിൽ സോഷ്യലിസം എന്നും മതേതരത്വം എഴുതി ചേർത്തു. അപ്പോൾ അവർക്ക് ശത്രുത എന്തിനോടാണ്? അടിയന്തരാവസ്ഥയോടല്ല, പിന്നെയോ സോഷ്യലിസത്തോടും മതേതരത്വത്തോടും ആണ് എൻ്റെ പോയിന്റ്. അപ്പോൾ എന്താ കാരണം? അവർക്ക് വിഭജിക്കേണ്ടത് ഇന്ത്യൻ സിവിൽ സൊസൈറ്റിയാണ്. ഇന്ത്യൻ സിവിൽ സൊസൈറ്റിയെ വിഭജിക്കുന്നതിന് തടസ്സമാണ് മതനിരപേക്ഷത. മനസ്സിലാവും? അതുകൊണ്ട് അതിനെവിടെ വെച്ച് കല്ലെറിയുക എന്നുള്ളതാണ്. കണ്ടയിടത്തൊക്കെ വെച്ച് കല്ലെറിയുക എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നോക്കൂ. ഇപ്പം ഞാൻ പറഞ്ഞു ഭരണഘടന ശ്രദ്ധിക്കേണ്ട കാര്യം. ഭരണഘടന പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയണമെന്ന് വിചാരിക്കുക. ഈ അടിയന്തരാവസ്ഥയെപ്പറ്റിയും ഭരണഘടനാപരമാണോ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരാശയം കൂടി ഇവിടെ ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കുക. എന്താണെന്നറിയോ? ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ശരിക്കും പറഞ്ഞാൽ ആർക്കെതിരായിട്ടാണ്? ശരിക്ക് പ്രതിപക്ഷ പാർട്ടികളെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു, മറ്റു ചെയ്തു, മറിച്ച് ചെയ്തു, ഒക്കെ പത്രങ്ങൾ വായ മൂടിക്കെട്ടി, ഒക്കെ ശരി. ആത്യന്തികമായിട്ട് ഈ അടിയന്തരാവസ്ഥ ആർക്കെതിരായിട്ടായിരുന്നു? അടിയന്തരാവസ്ഥയിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു 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 സർക്കാർ പ്രൊപ്പഗാൻഡ എന്തായിരുന്നു? സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനമുള്ള പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രൊപ്പഗാൻഡ എന്താ? എന്താ? നാവടക്കൂ പണിയെടുക്കൂ. കേട്ടോ, അതാരോടെ പറയുന്നത്? പണിയെടുക്കൂ എന്ന് പറയുന്നത് പണിയെടുക്കണ ആളോടാണ് പറയണത് കേട്ടോ. പണിയെടുക്കൂ, നാവടക്കൂ. പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി വയ്ക്കുക, മിണ്ടരുത്. അവിടെ നാവടക്കണം. മനസ്സിലായോ? പണിയെടുക്കൂ. പിന്നെ നാവ് എടുക്കണം എന്തിനാ? നാവ് എടുക്കണം എന്തിനാ? കൂലി അടക്കൂ.
നാവടക്കും. അപ്പോൾ കൂലി ചോദിക്കാതെ കെട്ടിയതും വാങ്ങി മിണ്ടാതെ പൊക്കൊള്ളണം. അതാണ് അടിയന്തരാവസ്ഥ. അപ്പം അടിയന്തരാവസ്ഥ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ, ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യൻ്റെ നെഞ്ചത്തേക്കുള്ള ഈ അധികാരി വർഗം നിറയൊഴിച്ചതാണ്. ഇത് നമ്മൾ ജനങ്ങളോട് പറയണം നന്നായിട്ട്. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റേ പാർട്ടിയെ അറസ്റ്റ് ചെയ്തു, ഇയാളെ അങ്ങോട്ട് കൊണ്ടുപോയി മറ്റേ ആളെ ചങ്ങലയ്ക്ക് ഇട്ടു, അതൊക്കെ അപ്രധാനമായ ഇൻസിഗ്നിഫിക്കൻ്റാണ്. അതൊക്കെ അന്ന് പ്രധാനം. 50 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ അടിയന്തരാവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്താണ്? നാവടക്കോ പണിയെടുക്കും. അത് പണിയെടുക്കുന്നവരുടെ പറഞ്ഞു. അപ്പോൾ വർക്കിംഗ് ക്ലാസ്സിന് നേരെയാണ് ഈ ഭരണയന്ത്രം ഉരുണ്ടു വന്നത്. അത് ഏത് സമയത്തും അതിന് സർവ്വസാധ്യമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ എപ്പോഴും. 2, ഈ ഭരണഘടന ഉപയോഗിച്ചതാണ് എന്ത്? നാവടക്കൂ പണിയെടുക്കൂ, ഇല്ലേ? അല്ലെങ്കിൽ എന്തായാലും എന്ന് പറഞ്ഞാൽ വിയോജിപ്പുകളെ തടയുന്നതിന് എന്താ ഉപയോഗിച്ചത്? ഉയർത്തിപ്പിടിച്ചെന്തായി ഇന്ദിരാഗാന്ധി. വിയോജിപ്പുകളെ തടയുന്നതിന് ഇന്ദിരാഗാന്ധി ഉയർത്തിപ്പിടിച്ച ഏതാണ്? ഇന്ത്യൻ ഭരണഘടന. ഇപ്പോൾ വിയോജിപ്പുകൾ ഉയർത്തുന്നതിന് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുക അതും ഇന്ത്യൻ ഭരണഘടനയാണ്. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ വൈരുദ്ധ്യം മനസ്സിലാക്കണം. അതോടൊപ്പം ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ ഒരു സ്പെസിഫിസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടി മതിക്കാൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച എന്തിനാണ്? ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ അവരുടെ പേരക്കുട്ടി ഉയർത്തിപ്പിടിക്കുന്നതും ഇന്ത്യൻ ഭരണം. ഇത് നമ്മൾ പറഞ്ഞോ? കോൺഗ്രസ്സുകാർ പറയില്ല, CPI-കാരും പറയില്ല, വേറെ ആരും പറയില്ല. നമ്മളെ ഈ 2 കാര്യങ്ങൾ, അടിയന്തരാവസ്ഥ എന്താണ്? ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ്. അതാണ് ഈ ഭരണവർഗം. വർഗാധിപത്യമാണ് എന്ന കാര്യവും അത് ഈ പറഞ്ഞ വർഗത്തിനെതിരായിട്ടുള്ള വലിയ കയ്യേറ്റവും കടന്നാക്രമണമാണെന്നുള്ളൂ. അതിൻ്റെയൊക്കെ പുറത്താണ് ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ അവർ തമ്മിലുള്ള യോജിപ്പുകൾ, വിയോജിപ്പുകൾ, ഇതുപോലുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു അതിൻ്റെ പുറത്തുള്ള കളിയാണ്. അതിൻ്റെ അടിയൊഴുക്കിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ കാതലിലേക്ക് ചെല്ലണം. അപ്പോഴാണ് നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാവും. മനസ്സിലായിരുന്നു? അപ്പോൾ ഇതാ 2ാമത്തെ കാര്യം. ഈ സിവിൽ സൊസൈറ്റിയെ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. സിവിൽ സൊസൈറ്റിയെ വിഭജിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സിവിൽ സൊസൈറ്റിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ്, ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റാണ്, ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് പറഞ്ഞാൽ കുടുംബമാണ്. സിവിൽ സൊസൈറ്റിയുടെ കുടുംബം എന്ന് പറഞ്ഞാലോ എന്താ? കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ വ്യവസ്ഥയ്ക്കാണ് കുടുംബം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ് മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബന്ധം, ഏറ്റവും സർഗാത്മകമായ ബന്ധം, ഏറ്റവും പ്രസക്തമായ ബന്ധം, ഏറ്റവും പ്രഗാഢമായ ബന്ധം. ഈ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്ന ഏറ്റവും ആഴമേറിയ ബന്ധത്തെ മുതലാണ് എന്ത് ഈ ഡിവിഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ ഈയിടെ പിണറായിയിൽ നടന്ന സംഭവം? പിണറായിയിലേ എന്ത് തീക്കട്ടയിൽ ഇറുമ്പരിക്കാന്ന് കേട്ടിട്ടുള്ളൂ. പിണറായിയിലല്ലേ നടന്നത്? എന്ത്? ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്, അവർ വേറൊരു പുരുഷനായിട്ട് സംസാരിക്കുകയാണ്, സ്നേഹിക്കുകയാണ്, പ്രേമിക്കുകയാണ്, എന്താ ചാവട്ടെ, എന്താവട്ടെ, ഞാൻ അതിൻ്റെ അവിടെയല്ലേ വന്നിട്ടുള്ളൂ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇത് വളരെ പ്രധാനമാണ്, ശ്രദ്ധിച്ചോളണം. ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ നൈസർഗികമായ, സ്ത്രീ പുരുഷൻ തമ്മിലുള്ള നൈസർഗികമായ പാരസ്പര്യത്തെ അടിച്ച് പൊളിച്ച് തകർക്കാനുള്ള ആസുരമായ പരിശ്രമം രാജ്യത്ത് എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ സൂംബ ഡാൻസിനെതിരായിട്ടുള്ള പ്രചരണത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്താ? ആണും പെണ്ണും തുള്ളി കളിക്കുന്നു. ആണും പെണ്ണും തുള്ളി. അപ്പം ശ്രദ്ധിച്ചോളൂ. 2, ഈ ആണും പെണ്ണും തുള്ളിക്കളിക്കണു എന്ന് പറയുന്ന ഈ സൂംബ ഡാൻസിൻ്റെ എതിരായിട്ടുള്ള പ്രൊപ്പഗാൻഡയുടെ അടിയിലേക്ക് ചെന്നാൽ എന്താ യഥാർത്ഥത്തിൽ പ്രശ്നം? അടിയിലേക്ക് ചെന്നാലുള്ള പ്രശ്നം പൊതുവിദ്യാലയങ്ങൾ പൊളിച്ചെടുക്കുക എന്നുള്ളത്. കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് നമ്മൾ ഏതാണ്ട് എന്താ പറയുക, അങ്ങനെയുണ്ടല്ലോ, അതാണ് അർക്കാൻ കൊടുക്കുക എന്ന് പറയും.
മാടുകളെ അറക്കാൻ കൊടുക്കുക പറഞ്ഞാൽ അതിന് വേണ്ടി ഒന്നും പറ്റില്ല എന്ന് വരുമ്പോഴാണിത്. ഒന്നും ഇങ്ങോട്ട് കിട്ടില്ല എന്ന് ഉറപ്പായാലാണെന്ത് അല്ലേ? എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ട് വെച്ചാൽ കൊടുക്കില്ല. ഒന്നും ഇനി ബാക്കിയില്ല എന്ന് ഉറപ്പായാൽ അറക്കാൻ കൊടുക്കുക. അങ്ങനെ അറക്കാൻ കൊടുക്കാൻ വേണ്ടി ചാപ്പ കുത്തി നിർത്തിയ സ്ഥാപനങ്ങളല്ലേ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ 9 കൊല്ലം മുമ്പ്. അതിനല്ലേ ഇങ്ങോട്ട് റിവൈവ് ചെയ്ത് കൊണ്ടുവന്നത്. ചില്ലറ കാര്യമാണത്. ഒരു ഹെർക്കൂലിയൻ ടാസ്ക് അല്ലേ എടുത്തത്. നമുക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ ഇതായതിന് വില മനസ്സിലാവില്ല. അതിനിപ്പോൾ എന്താ അത്ര പറയാനുള്ളതാണ്. ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണത്. ആ ഹെർക്കൂലിയൻ ടാസ്ക് ചെന്ന് കൊണ്ടിട്ടുള്ളത് ആരൊക്കെയാണ്? ഇവരുടെ നെഞ്ചത്തേക്കാണ്. എന്താ ഈ ആളുകളുടെ നെഞ്ചത്തേക്കാണ്. എന്താ കാരണം? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ ഏറ്റവും അധികം ഇന്നും ഫ്ലറിഷ് ചെയ്യുന്ന ബിസിനസ് എന്താണ്? ഒന്ന് എഡ്യൂക്കേഷൻ, മറ്റൊന്ന് ഹെൽത്ത്. പിന്നെ വേറെ തലമുണ്ട്. ഞാൻ എൻ്റെ ഹെൽത്തും എഡ്യൂക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 ബിസിനസ് കേരളത്തിൽ. ഞാൻ ഈയിടെ ഒരു വിദേശയാത്രയ്ക്ക് പോയപ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് ഒരു സുഹൃത്തല്ല ഒരു ആൾ, അയാളെ ഞാൻ നേരത്തെ പരിചയം ഉണ്ടാവേണ്ട ആളാണ്, പരിചയമില്ല. വർത്തമാനം പറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വളരെ അടുത്ത ആളാണ്. അയാൾ പൊന്നാനി അടുപ്പോളൊക്കെ വലിയ ബിസിനസ് നടത്തുന്ന ആളാണ്. എന്തായാലും ബിസിനസ്? സ്കൂളും ആശുപത്രിയും. അയാൾ പറഞ്ഞത് മാഷ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഈ 2 തിരക്കില്ല. സ്കൂളും ആശുപത്രിയും. അപ്പോൾ സ്കൂൾ ആശുപത്രി നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാലയങ്ങളും പൊതുജന ആരോഗ്യ സംവിധാനങ്ങളും ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പൊതുവിദ്യാലയങ്ങൾ തകർക്കണ എന്താ മാർഗം? പൊതുവിദ്യാലയത്തിൽ ആരും പോകരുതെന്ന് പറഞ്ഞ് നടക്കും. പണ്ടത് പറഞ്ഞിരുന്നു, അത് നടക്കില്ല. പൊതുവിദ്യാലയത്തേക്ക് പോകരുത്. ഇവിടെ അവിടെ ഫീസില്ല, പക്ഷേ ഇവിടെ ഫീസില്ല, പക്ഷേ ഇങ്ങോട്ട് വാ, ഫീസ് കൊടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുമോ? അത് നടക്കില്ല. അപ്പോൾ അതിനെന്താ വഴി? അവിടെ എന്തില്ല? പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പള്ളിയിൽ പ്രസംഗം നടക്കുക. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പള്ളിയാണ്. അപ്പോൾ പ്രസംഗം എന്താ? കുത്തുബ എന്ന് പറയും, വെള്ളിയാഴ്ച പ്രസംഗം. ആ പ്രസംഗത്തിൽ പറഞ്ഞതെന്താ വെച്ചാൽ, നമ്മളെ സ്കൂളിൽ സയൻസ് പഠിക്കുന്നുണ്ട്, സർക്കാർ സ്കൂളിൽ പൊതുവിദ്യാലയത്തിലും സയൻസ് ഉണ്ട്, ഇവിടെ കണക്കുണ്ട്, അവിടെയും കണക്കുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് എന്നാൽ ഇവിടെ മതം പഠിപ്പിക്കുന്നുണ്ട്, അവിടെ ഉണ്ടോ? അപ്പോൾ അവ എന്ത് വേണം? ഇവിടെ വളരെ ഓപ്പണായിട്ടുള്ള ഇതാണ്. അപ്പോൾ മതം എന്ന് പറയുന്നത് നല്ലൊരു കാർഡാണ്, അതാണ് ഉപയോഗിക്കുന്നത് പൊതുവിദ്യാലയത്തിന് പൊളിക്കാൻ. പൊതുവിദ്യാലയത്തെ പൊളിക്കുന്ന ബിസിനസ് താല്പര്യം മാത്രമല്ല, ഈ സിവിൽ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യാതെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് കേരളത്തിലെ പൊതുവിദ്യാലയം. ആ കോട്ട പൊളിക്കാവുന്നതാണ്. ഇത് ഇന്നലെ ഉണ്ടായതൊന്നല്ലത്. റോബിൻ ജാഫ്രി എഴുതിയിട്ടുണ്ട്. ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് റോബിൻ ജാഫ്രി പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ വടക്കേ മലബാറിലെ ഒരു ജന്മിയോട് ചോദിച്ചു, ഈ കൃഷിക്കാരൊക്കെ ഇങ്ങനെ ഈ കലാപം നടത്താൻ കാരണം എന്താണ്? അപ്പോൾ ആ ജന്മി പറഞ്ഞു, അത് ദാരിദ്ര്യം കൊണ്ടൊന്നുമല്ല, അക്ഷരം പഠിക്കൊണ്ടാണ്. അക്ഷരം പഠിക്കൊണ്ടാണ് കലാപം നടത്തിയത്. റോബിൻ ജാഫ്രി എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളിൽ മാഷന്മാർ ക്ലാസ്സിൽ അക്ഷരം മാത്രമല്ല പഠിപ്പിക്കുക, വേറെ പലതും പഠിപ്പിക്കുക. അത് പഠിപ്പിക്കേണ്ട വിധത്തിൽ പഠിപ്പിച്ച മാഷന്മാരോട് ചോദിച്ചു നോക്കണം. ഈ അധ്യാപകനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. തനിക്കറിയില്ല, വക്കീൽമാർക്ക് അതറിയില്ല. അധ്യാപകൻ്റെ ഒരു സാധ്യത, ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ അധ്യാപകർ ഒരു വലിയ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് നടത്തിയിട്ടുള്ള വലിയൊരു പരിശ്രമമുണ്ട്. അങ്ങനെയാണ് ഇതുണ്ടായത്, ഒന്നിച്ചുണ്ടായത്. ഇപ്പം ഞാൻ പൊന്നാനിയിൽ നിന്ന് പൊന്നാനിയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണ് ഉമ്മാച്ചു, ഉറൂബിൻ്റെ. ആ ഉമ്മാച്ചു എന്നുള്ള നോവലിൽ 3 കുട്ടികളുണ്ട്. ചാപ്പനുണ്ട്, ഉമ്മാച്ചുണ്ട്, പിന്നെ അബ്ദു ഉണ്ട്, ബീരാനുണ്ട്. 4 ആളുണ്ട്. അബ്ദു അല്ല, ബീരാനും മായനും ഉമ്മാച്ചുവും ചാപ്പുണ്ണിയും 4 പേരും ഒരേ പ്രായക്കാരാണ്. അപ്പോൾ ഇവർ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് മാപ്പിള കുട്ടികളൊക്കെ ഓത്തുപള്ളിയിലേക്കാണ് പോവുക, ഈ ചാപ്പുണ്ണിയാർ എഴുത്തുപള്ളിയിലേക്ക്. അവിടെ എത്തിയാൽ 2 അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒന്നിച്ച് തന്നെയാണ്. പക്ഷെ ഇവരുടെ മക്കൾ, ഈ ചാപ്പുണ്ണിയാരുടെ മകളാണ് ചിന്നമ്മു, ഈ ഉമ്മാച്ചുവിൻ്റെ മകനാണ് അബ്ദു. ഈ ചിന്നമ്മു അബ്ദു ആകുമ്പോഴേക്കും അവർ 2 പേരും സ്കൂളിലേക്ക് പോകും. ഒരു തലമുറ കഴിഞ്ഞപ്പോഴേക്കും മാറി. കേട്ടോ, ഇങ്ങനെയാണ് കേരളം ഉണ്ടായത്. സിവിൽ സൊസൈറ്റി, ഈ സിവിൽ സൊസൈറ്റിയുടെ കഴുത്ത് ഛേദിക്കാൻ പൊതുവിദ്യാലയങ്ങളൊക്കെ തകർക്കാം. പൊതുവായ എന്തിനും തകർക്കുക.
അതൊന്ന്. രണ്ടാമത്, ഇത്തരം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പൊതു സിവിൽ സൊസൈറ്റിക്കകത്ത് ഈ ഐക്യത്തെ സാധ്യമാക്കിയ മറ്റൊരു വലിയ ഇതാണ് സാഹിത്യം, കല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്കറിയാലോ മലബാർ കലാപം നടന്ന സ്ഥലം ആണല്ലോ. മലബാർ കലാപത്തിൻ്റെ ചരിത്രം പറയാനല്ല. പക്ഷേ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇത്രയേറെ ഇണങ്ങി ജീവിക്കുന്ന ഒരു പ്രദേശം കേരളത്തിൽ വേറെ എവിടെയില്ല. എങ്ങനെ സാധിച്ചത്? നിരന്തരം നടത്തിയ ഇത് മാപ്പിള ലഹളയാണ്, ഹിന്ദു വിരുദ്ധ മാപ്പിള ലഹളയാണ് എന്ന ആഖ്യാനമാണല്ലോ എല്ലായിടത്തും ഉള്ളത്. അതല്ലേ ശക്തിപ്പെട്ട് നിൽക്കുന്നത്. ആ ആഖ്യാനം ഇങ്ങനെ തെരമാല മലവെള്ളം വരണമാതിരി എത്ര കാലം, എത്ര ദശകങ്ങളായി ഒഴുകുന്നു. പക്ഷേ അതിനെ പ്രതിരോധിക്കാനും അതിനെ മറികടക്കാനും ഈ ആളുകളുടെ മനസ്സിൽ നൈസർഗികമായി നാമ്പെടുത്ത് നിൽക്കുന്ന ഈ പാരസ്പര്യത്തെ സംരക്ഷിക്കാനും എങ്ങനെ കഴിഞ്ഞത്? സാഹിത്യത്തിലൂടെയാണ്, കലയിലൂടെയാണ്, നാടകത്തിലൂടെയാണ്, സിനിമയിലൂടെയാണ്. മനസ്സിലായോ? അങ്ങനെ സാധനമുണ്ട്. പക്ഷെ ഇപ്പം മാറിയതൊക്കെ. ഇപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ഒന്നില്ലേ? എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒന്നല്ലോ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല. ആ സിനിമയിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണല്ലോ അതിനെ പിടിച്ചപ്പോൾ അത് വെട്ടി. എന്താ കാരണം? വെട്ടാൻ കാരണം എന്താ? വെട്ടാതിരിക്കാൻ അവർക്ക് നിർത്തിയില്ല. കോടിക്കണക്കിന് ഉറുപ്പിക ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സാണ്. ഇപ്പോൾ ജാനകിയുടെ പേരിലുള്ള മാറ്റിയല്ലേ? മാറ്റിക്കോട്ടെ. ഞാൻ മാറ്റിയോട്ട് പോയില്ല. ആ വിപ്ലവം അല്ല, പ്രതിവിപ്ലവം നടക്കാനൊന്നുമില്ല. കാരണം അത് മാറ്റിയില്ലെങ്കിലും വലിയ വിപ്ലവമൊന്നുമില്ല, മാറ്റിയാലുമില്ല. അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ കാര്യം പറയാൻ. ഇതവർക്ക് മാറ്റാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താണ്? ബിഗ് ബിസിനസ്സാണ്, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. ഇത് സാഹിത്യത്തെയും കലയെയും മറ്റെല്ലാ മേഖലയും ബാധിച്ചു കഴിഞ്ഞിരിക്കും. അതാണ് ഗൗരവമായിട്ടുള്ള നമ്മൾ എടുക്കേണ്ട കാര്യം. ഇപ്പോൾ നോവൽ എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പോള വസ്തുവാണ്. പണ്ടത്തെ മാതിരിന്നല്ല. ചങ്ങമ്പുഴ കൊണ്ട് രമണൻ എഴുതി. രമണൻ്റെ 50ാമത് പതിപ്പ്, 50 പതിപ്പ് ഒരു കവിതയ്ക്ക്. അപ്പോൾ അതിന് അവതാരിക എഴുതിയത് മുണ്ടശ്ശേരിയാണ്. മുണ്ടശ്ശേരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഈ മലയാളത്തിൽ ഇങ്ങനെ ഒരു അനുഭവമോ? ആദ്യത്തെ വരി എന്താ? വേനൽക്കാലത്ത് മധുരനാരങ്ങ വിറ്റുപോകുന്നൊരു കാവ്യപുസ്തകം വിറ്റുപോയി എന്ന് ചോദിച്ചിട്ടാണ്. പക്ഷെ ആ കാവ്യപുസ്തകം വിറ്റുപോയത് എന്തല്ല, ആരും പ്രമോഷൻ നടത്തിയിട്ടല്ല, എവിടെയും പരസ്യം കൊടുത്തിട്ടല്ല, ആരും മാർക്കറ്റ് ചെയ്തിട്ടല്ല. അത് ആ കാലത്തെ മലയാളി യൗവനത്തിൻ്റെ ഏതൊക്കെയോ അവ്യക്തമായ അഭിലാഷങ്ങളെ, ഉത്കണ്ഠകളെ ആ കവിത അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതുകൊണ്ടാണ് അത് ആളുകൾ വാങ്ങി വായിച്ചത്. കഷ്ടിച്ച അക്ഷരം കൂട്ടി വായിക്കാൻ കഴിയുന്നവരൊക്കെ രമണൻ വാങ്ങി വായിച്ചു. യാത്ര പോകുന്ന ആളുകൾ, നാട് വിട്ടു പോകുന്നവരൊക്കെ പെട്ടിയുടെ അടിയിൽ ബാക്കിയുള്ള പലതും കൂട്ടുക രമണൻ്റെ ഒരു കോപ്പി. കാരണം അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മിലിറ്ററി പട്ടാളത്തിലാവും പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആസാമിലെ തേയിലത്തോട്ടത്തിലാവും പോകുന്നുണ്ടാവുക. പക്ഷെ അവിടെ പോയി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇതൊന്ന് വായിച്ച് ആ മലരണിക്കാടുകൾ എന്നുള്ള വരിയൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കടന്നുറങ്ങാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അങ്ങനെ അത് ഇന്ന് 50 ലക്ഷം കോപ്പിയാണ് ഒരു നോവൽ ഇറങ്ങി. 50ാമത്തെ 125ാമത്തെ പതിപ്പാട്ട് ഒരു നോവൽ. എന്താ അതിൻ്റെ രഹസ്യം? ഈ നോവൽ ഞാനൊന്ന് വായിച്ചു, ഒരു ദുഃഖം ചുണ്ടാമ്പൂല്ലല്ലോ. അപ്പം എന്താ എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഈ ഇൻഡസ്ട്രി ഏറ്റെടുത്ത് കഴിഞ്ഞു, കമ്പോളവൽക്കരിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ, എതിർപ്പിൻ്റെ, നമുക്ക് ജനങ്ങൾക്ക് പൊരുതാനുള്ള ആയുധങ്ങൾ അവരിൽ നിന്ന് മൂലധന ശക്തികൾ. ഇത് ആദ്യം ലോകത്തിൻ്റെ ചരിത്രത്തിന് മുമ്പില്ല. ലോക ചരിത്രത്തിൽ ഏത് കാലത്തും ഈ കലയുടെയും സാഹിത്യത്തിൻ്റെയും പാട്ടിൻ്റെയും നാടകത്തിൻ്റെയും ഒക്കെ ഒരു ലോകമുണ്ട്. അതിനകത്ത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ജനങ്ങളുടെ വികാരങ്ങളെ ആവിഷ്കരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അതും അടയാൻ പോവുക. അപ്പം ഈ വാതിലുകൾ മുഴുവൻ അടയാം, ഈ വെളിച്ചങ്ങൾ മുഴുവൻ പൊലിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടി ഈ കോൺട്രസ്റ്റിൽ പറയാതെ പോകാൻ പറ്റില്ല. ഇപ്പോൾ വലിയൊരു വാദം നടക്കുന്നുണ്ടല്ലോ, ഈ ജമാഅത്തെ ഇസ്ലാമി. അത് ഈ സന്ദർഭത്തിൽ ഇപ്പോൾ RSS ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിവിൽ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അവരുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ, ഈ RSSനെ എതിർക്കുന്ന സന്ദർഭത്തിൽ
ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനം എന്തായിരിക്കണം? ഇത് സംബന്ധിച്ച് കൺഫ്യൂഷൻസ് പലർക്കുണ്ട്. ഇതാണ് പ്രശ്നം. അപ്പം ഞാനതിൽ ഒരു ഉദാഹരണം ചരിത്രത്തിൽ നിന്ന് എടുക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സന്ദർഭത്തിൽ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, മഹാത്മാഗാന്ധിയൊക്കെ ജനപ്രിയനായ നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസിനകത്ത് ഗാന്ധി പിന്താങ്ങിയിട്ടുള്ള AICC പ്രസിഡന്റിനെ തോൽപ്പിച്ചിട്ട് സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു. ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, ഗാന്ധിജി ഓരോ ഇഷ്ടിയായിട്ട് വെച്ച് ഉണ്ടാക്കിയ പാർട്ടിയാണേത് കോൺഗ്രസ്. ആ കോൺഗ്രസിനകത്ത് ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് ആര് ജയിച്ചു? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപ്രിയത എന്താ? ജനങ്ങളുടെ എത്ര? ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. ആ സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ജപ്പാൻകാരുടെ സഹായം നടന്നത്. ജാപ്പ് ഫാസിസത്തിൻ്റെ സഹായത്തോടുകൂടി ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാം എന്ന് കരുതി ജാപ്പ് ഫാസിസ്റ്റുകളുമായി സഖ്യണ്ടാക്കിയ ആളാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഒരു അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ, ഒരു സംശയമില്ലാതെ, ഒരു ചിത്തചാഞ്ചല്യമില്ല, സുഭാഷ് ചന്ദ്രബോസിൻ്റെ വഴി തെറ്റാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചെറുതല്ല, എളുപ്പമല്ല എന്ന് പറയാൻ. എന്താ കാരണം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ജാപ്പിൻ്റെ കൂടെ കൂടിയത്. ജാപ്പുകാരും ബ്രിട്ടീഷുകാരും യുദ്ധത്തിലാണ്, മനസ്സിലായോ? അപ്പോൾ ജാപ്പാൻ്റെ ശത്രുവാണ് ബ്രിട്ടൻ. അപ്പോൾ ബ്രിട്ടനെ തോൽപ്പിക്കാൻ ജാപ്പിൻ്റെ സഹായം തേടി ഇന്ത്യയിൽ. അതാണ് അദ്ദേഹം ചെയ്തത്. എന്താ അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം? യുദ്ധതന്ത്രത്തിൽ ഇതൊക്കെ പൊതുവാ. യുദ്ധതന്ത്രം മാത്രം എടുക്കുകയാണെങ്കിൽ എന്താണ്? ശത്രുവിനെ എന്താ തോൽപ്പിക്കുക അല്ലേ? എന്തായാലും പറയാം, ശത്രുവിൻ്റെ ശത്രു മിത്രം. അതൊരു വളരെ അംഗീകരിച്ച യുദ്ധതന്ത്രമാണ്, തർക്കമില്ല. പക്ഷേ അവിടെയാണ് ഒന്നും കൂട്ടിയാൽ എപ്പോഴും രണ്ടാവില്ല, ചിലപ്പോൾ മണി വലിയ ഒന്നാവും എന്ന് പറഞ്ഞില്ല. അതുപോലെ ഇത് കണക്ക് വേറെയാ. എന്താ, എന്തിനു വേണ്ടിയാണ് ഈ ജാപ്പാനെ നമ്മൾ കൂട്ടുന്നത്? എന്ത് നേടിയെടുക്കാനാ? സ്വാതന്ത്ര്യം നേടിയെടുക്കാനാ. സ്വാതന്ത്ര്യം നേടാൻ ഒരു ഫാസിസത്തിൻ്റെ കൂട്ടുപിടിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവുണ്ട്. എന്താണ് ലക്ഷ്യം? സ്വാതന്ത്ര്യം. സകല സ്വാതന്ത്ര്യങ്ങളും ചവിട്ടി അരച്ച് കുഴിച്ചു മൂടുന്ന ഒരു ദുഷ്ട രക്ഷസിനെ കൂട്ടിയിട്ട് സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഒരു വ്യർത്ഥവ്യായാമം വേറെ. മാത്രമല്ല, ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഴുവൻ ക്രെഡിബിലിറ്റി ഇല്ലാണ്ടാവും അല്ലേ? ആ സ്വാതന്ത്ര്യ സമരത്തിലുള്ള എല്ലാ ജനമെന്ന് പറയും ഇല്ലാതാവും. ചിലപ്പോൾ സ്വാതന്ത്ര്യത്തിന് വരാൻ നാം ഭേദം ബ്രിട്ടീഷുകാരെന്ന് വിചാരിച്ചാൽ അവരുടെ കൂടെ പോയി എന്ന് വരും നാട്ടിലും. ഇതിലും ഭേദം മറ്റവരെന്നെയാണോ? അങ്ങനെ വിചാരിച്ചാൽ ജനങ്ങളെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അപ്പോൾ എന്നാൽ അതേ സമയത്ത് ബ്രിട്ടനുമായി സോവിയറ്റ് യൂണിയൻ സഹകരിച്ചു ഈ ഫാസിസത്തെ നേരിടാൻ. നമ്മളതിനെ സപ്പോർട്ട് ചെയ്തു അല്ലേ? ബ്രിട്ടനുമായി സോവിയറ്റ് യൂണിയൻ സഹകരിച്ചപ്പോൾ എന്തിന്? ഫാസിസത്തെ തോൽപ്പിക്കാൻ സഹകരിച്ചപ്പോൾ നമ്മളതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. മനസ്സിലാവുണ്ടോ പറഞ്ഞു? രണ്ടും തമ്മിൽ ഒരേ സമയത്ത് അത് രണ്ടും. അപ്പം എന്താ ഏതുപോലെ ഇവിടെ ഇപ്പോൾ അതാണ് ഇന്ത്യയിലിപ്പോൾ വിഷയം എന്താ? ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂനപക്ഷ ഭൂരിപക്ഷം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. ഒരുപാട് തലങ്ങളുണ്ട്. അതിൽ ഈ ഒരൊറ്റ കാര്യം മാത്രം തൽക്കാലം എടുക്കുക. ഭൂരിപക്ഷം ദേശസ്നേഹികളും അല്ലെങ്കിൽ സ്വദേശികളും, ന്യൂനപക്ഷം വിദേശിയാണ്. അതാണ് ആസാമിൽ ഇപ്പോൾ നടക്കുന്നത്, NRC, ബീഹാറിൽ നടക്കുന്നത്, വോട്ടർ പട്ടിക പുതുക്കൽ, SIR എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. എന്ത്? വോട്ടർ പട്ടിക. ഇന്ന് വോട്ടർ പട്ടികയിൽ റേഷൻ കാർഡ് കൊടുത്താൽ സമ്മതിക്കില്ല, കാണിച്ചാൽ സമ്മതിക്കില്ല, ID കാർഡ് കൊടുത്താൽ സമ്മതിക്കില്ല അല്ലേ? ഇതൊന്നും സമ്മതിക്കില്ല. പിന്നെ എന്താ സമ്മതിക്കുക? പിന്നെ അവർ പറഞ്ഞ ചില രേഖകളുണ്ട്, അത് കൊണ്ടുവരണം. 2003 ശേഷം വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ള ആളുകളുടെ കഥയാണ്, വരാത്തവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. 2003 ശേഷം വോട്ടർ പട്ടികയിൽ വന്ന 4 ചില്ലാനും കോടി ബീഹാറികൾക്ക് വോട്ടവകാശമില്ലാതെയാക്കാണ്. എന്താ പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ എന്താണ് അംഗീകരിച്ച് നൽകിയ വോട്ടർ ID, ആ വോട്ടർ ID കാണിച്ചാൽ പോരാ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വയം റദ്ദാവുന്ന പോലെ. മാത്രമല്ല, ഇത്ര കാലത്ത് തെരഞ്ഞെടുപ്പൊക്കെ റദ്ദാക്കണം ശരിക്കും പറഞ്ഞാൽ അല്ലേ? ഒരു സംസ്ഥാനത്ത് 4.25 കോടി ആളുകൾ വോട്ടർമാരല്ല എങ്കിൽ ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പും എന്താണ്? നിയമവിരുദ്ധമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളരെ അബ്സേർഡായിട്ടുള്ള ഒരു സാധനം നടത്താൻ അവർക്ക് ധൈര്യം വന്നു. കുറേ ആളുകൾ ഇന്ത്യക്കാരല്ലാണ്ടേക്കാണ്.
മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഇന്ത്യ ഇത്ര വലിയ ഡിവിഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഈ പറഞ്ഞ ഇന്ത്യൻ മൈനോറിറ്റിക്കെതിരായിട്ട് സർവസംഹാരക ശേഷിയോടും കൂടി ഈ സംഘപരിവാർ മുന്നേറുന്ന സമയത്ത് ഈ സംഘപരിവാറിനെതിരായ സമരത്തിൽ ഇന്ത്യ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടാൻ പറ്റുമെന്ന ക്വസ്റ്റ്യൻ. ജമാഅത്തെ ഇസ്ലാമി ഏതാ ചരക്ക്? തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ എന്താ അവർ ചെയ്യണത്? ബംഗ്ലാദേശ്, ഞാനൊരു പത്രത്തിലൊരു വാർത്ത വായിക്കാം. ബംഗ്ലാദേശിൽ ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ നടത്തുന്ന ഒരു പത്രസമ്മേളനമാണ്. അതിൽ അദ്ദേഹം പറയണത് എന്താണ്? സിസ്റ്റമിക് പെർസിക്യൂഷൻ ഓഫ് ഹിന്ദു മൈനോറിറ്റീസ്. ഹിന്ദു ന്യൂനപക്ഷത്തെ ചിട്ടയായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബംഗ്ലാദേശിൽ. ഹിന്ദു ന്യൂനപക്ഷത്തെ ചിട്ടയായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈവൻ ആസ് ദ പെർപിട്രേറ്റേഴ്സ് ഓഫ് പ്രീവിയസ് സച്ച് ഈവൻസ് റോം വിത്ത് ഇമ്പ്യൂണിറ്റി. ഈ ഭരണത്തിൻ്റെ തണലിൽ മുമ്പ് ഇതുപോലെ മൈനോറിറ്റി ആക്രമിച്ച ആളുകൾ മുഴുവൻ പകൽ വെളിച്ചത്തിൽ പരസ്യമായി നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹിന്ദു മൈനോറിറ്റി എന്നുള്ള വാക്കിന് പകരം, ബംഗ്ലാദേശ് എന്നുള്ള വാക്കിന് പകരം ഇന്ത്യ എന്നും ആക്കിയാലോ? ഇവിടുത്തെ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിം മൈനോറിറ്റി ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കൊന്നാം അല്ലേ? ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണത്തിൻ്റെ തണലിൽ ഇന്ത്യൻ മൈനോറിറ്റി ആയ മുസ്ലിങ്ങൾക്കെതിരെ എന്താണ് ചിട്ടയായ വേട്ടയാടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാവപ്പെട്ട മനുഷ്യനെ വേട്ടയാടി തുലയ്ക്കുന്ന ദുഷ്ടക്കൂട്ടത്തിന് കോട്ട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഭരണം. അവിടെ അവരാണെങ്കിൽ ഇവിടെ ഇവരാണ്. അപ്പോൾ ഇവിടെ ഇവരെ ഇത് പറഞ്ഞ് എതിർക്കാൻ അവിടെ അത് ഇതേ പണി ചെയ്യുന്നവരെ കൂട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? കൂട്ടിയത് മാത്രമേ ഓർമ്മയുണ്ടാവൂ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അപ്പോൾ ഇത് വളരെ കൃത്യമായ ഒരു ഇതാണ്. വേറെ ഒന്നും ഇതിൻ്റെ മറ്റ് സങ്കീർണതകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതിലളിതമാണ് കാര്യം. അപ്പോൾ സ്വാതന്ത്ര്യം നേടാൻ ഫാസിസത്തെ കൂട്ടുപിടിച്ച സുഭാഷ് ചന്ദ്രബോസിൻ്റെ വഴി തെറ്റാണെന്ന് ഇത്രയൊന്നും അനുഭവമില്ലാത്ത കാലത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് പോലും അന്ന് നടന്നിട്ടില്ല. പാർട്ടിയുടെ ആദ്യത്തെ കോൺഗ്രസ് 1943 44 ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അതിനും പാർട്ടി കോൺഗ്രസ് നടന്നിട്ടില്ല. മനസ്സിലായോ? ആ കാലത്ത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി വളരെ അപക്വമായ ഒരു കാലത്ത് പോലും ഈ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായി വായിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്, നമുക്കൊരാശയക്കുഴപ്പത്തിനും കാര്യമില്ല. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള സമരം സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് എന്താണ് ഈ ഏകാധിപത്യ പ്രവണതകൾ അന്തർലീനമാണെന്നും അതേത് സമയവും ഈ പറഞ്ഞ ഗ്ലൗസ് എടുത്ത് ഇരുമ്പ് മുഷ്ടി ജനതയുടെ മസ്തകത്തിൽ ആഞ്ഞടിക്കുമെന്നുമുള്ള അനുഭവ യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് അവസാനത്തെ അല്ല, ഇത് ആദ്യത്തെ അല്ല. ഇപ്പോഴത്തെ അനുഭവം എന്ന് പറയുന്നത് എന്തല്ല, ഒരിക്കലും ആദ്യത്തെ അല്ല, തീർച്ചയായും അവസാനത്തേതായിരിക്കാനും ഇടയില്ല. നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെതിരായ ഫൈറ്റ് എന്ന് പറയുന്നത് പണ്ട് അടിയന്തരാവസ്ഥ ചെറുത്ത് തോൽപ്പിച്ചതുപോലെ മതിയാവില്ല. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം. അതുകൊണ്ട് ഈ സിവിൽ സൊസൈറ്റിക്കകത്തുള്ള വിടവുകൾ വിളക്കി ചേർക്കുക വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ നമ്മുടെ പഹൽഗാമല്ല പഹൽഗാമല്ലേ ഭീകരന്മാരുടെ ആക്രമണം ഉണ്ടായത്? ഭീകരാക്രമണം ഉണ്ടായില്ലേ? ആ ഭീകരാക്രമണത്തിൻ്റെ സ്ഥലത്ത് ടൂറ് പോയതാണ്. താനൊക്കെ ടൂറ് പോകുന്ന സമയത്ത് എൻ്റെയൊക്കെ മനസ്സിലാതാ ഭീകരാക്രമണം പഹൽഗാമിലേക്ക് ടൂറ് പോയിട്ട് സ്വന്തം ഭർത്താവ് വെടിയേറ്റ് മരിക്കുക, അത് കണ്ടു നിൽക്കുക ആ കുട്ടി. പക്ഷെ ആ കുട്ടി തിരിച്ചു വന്നിട്ട് പറഞ്ഞെന്തായിരുന്നു, കാശ്മീരിൽ നിന്ന് എനിക്ക് 2 സഹോദരന്മാരെ കിട്ടി അല്ലേ? എന്താ സംഗതി? നമുക്ക് സാഹോദര്യത്തിൻ്റെ സകല നാടി ഞരമ്പുകളും വെട്ടി മുറിച്ച് ചോരയൊലിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് ആ കുട്ടി പറയണ്ട എനിക്ക് 2 സഹോദരന്മാർ. ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഏത് കൂരിരുട്ടിലും സ്ഫുടതാരകളുണ്ടാവും, ഏത് കര കാണാ കടലിലും ചില ദ്വീപുകൾ ഉണ്ടാവും എന്ന് കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. ഈ സാഹോദര്യം എന്ന് പറയുന്നത് ഇത്രയൊക്കെ പണിപ്പെട്ടിട്ട് ഇപ്പോഴും എന്താണ് അല്ലേ? പുരാണത്തിലൊരു കഥയില്ല, സരസ്വതി നദിയില്ല,
ഭൂമിയുടെ അടിയിലൂടെയാണ്, കാണാൻ പറ്റില്ല. അതുപോലെ എന്താണ്, കാണാൻ പറ്റില്ലെങ്കിലും ഈ മണ്ണിൻ്റെ അടിയിൽ, മനുഷ്യൻ്റെ മനസ്സിൻ്റെ അടിയിൽ ഈ ഒരു ഐക്യത്തിൻ്റെ അന്തർധാര അനുസ്യൂതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ തെളിവാണ് ഈ കാശ്മീരിൽ നിന്ന് തിരിച്ചു വന്ന, ആ കൊലക്കളത്തിൽ നിന്ന് തിരിച്ചു വന്ന പെൺകുട്ടി പറഞ്ഞ ഈ സത്യവാചകം, സത്യവാങ്മൂലം. അപ്പം ഇതാണ് മനുഷ്യൻ. ആ ഒരു സാധനത്തെ നമ്മൾ എടുക്കണം. അതാണ് ഏറ്റവും വലിയ ഉപലബ്ധി. ഇവിടെ ഉണ്ട്, എവിടേക്കും പോയിട്ടില്ല, ഇവിടെയുണ്ട്, ഇപ്പോഴുമുണ്ട്. ഈ ഒരു പാരസ്പര്യത്തിൻ്റെ ഒരു ശക്തിയെ, കരുത്തിനെ, പ്രവണതയെ, വികാരത്തെ നമുക്ക് കണ്ടെത്താനും തിരിച്ചറിയാനും തിരിച്ചു പിടിക്കാനും കൊണ്ടാടാനും കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പൗരസമൂഹത്തെ ഛിന്ന ഭിന്നമാക്കുന്ന, വെട്ടിമുറിക്കുന്ന, പരസ്പരം വിദ്വേഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഈ പലതരത്തിലുള്ള പല കോണുകളിൽ നടത്തുന്ന ഈ പരിശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ളൊരു പ്രതിപ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വേഡ്സ്വർത്തിൻ്റെ ഒരു വരിയുണ്ട്, എന്താണ്, പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരമാണ് കവിത. പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരമാണ് കവിത. പക്ഷേ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള അനുസ്മരണം പ്രശാന്തതയിലല്ല, അശാന്തതയിലാണ്, അല്ലേ? പക്ഷേ ഈ അശാന്തതയുടെ നടുക്ക് നിന്നുകൊണ്ട് ഈ 50 വർഷം മുമ്പത്തെ അടിയന്തരാവസ്ഥയെ അനുസ്മരിക്കുന്ന സമയത്ത് നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഈ പുതിയ കാലഘട്ടത്തെയും അഭിമുഖീകരിക്കാനും അഭിസംബോധന ചെയ്യാനും അതിജീവിക്കാനും കഴിയുമെന്ന് ഞാൻ പറയുന്നത് ഈ സാധനം. അപ്പം ഇതെങ്ങനെ, ഇതെടുത്തിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും സഹോദരന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് സാഹോദര്യം ഉണ്ടാവും? ഇല്ല. സാഹോദര്യം എങ്ങനെ ഉണ്ടാവുക? എങ്ങനെയാണ് സാഹോദര്യം ഉണ്ടാവുക? എങ്ങനെയാണ് ആ സാഹോദര്യത്തെ സർഗാത്മകമായി, വിപ്ലവകരമായി ഉപയോഗിക്കാൻ പറ്റുക? എന്താ ഈ സാഹോദര്യത്തിനെതിരായ ശക്തികൾ ശ്രമിക്കുന്നത്? എന്താ ശ്രമിക്കുന്നത്? ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള നിലയ്ക്ക് ജനതയെ വിഭജിക്കുക. യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ വിഭജനം എന്താ നോക്കൂ. ഒരു 8 ലോകത്തിലെ 8 സമ്പന്നന്മാരുടെ കയ്യിലാണ് ലോക സമ്പത്തിൻ്റെ 50%. ലോകത്തിലെ 1% സമ്പന്നന്മാരുടെ കയ്യിലാണ് ലോക വിഭവങ്ങളുടെ 80%. എന്ന് പറഞ്ഞാൽ ഈ വർഗവ്യത്യാസം ശ്രദ്ധിച്ചോളൂ. ഈ വർഗവ്യത്യാസവും വർഗ ചൂഷണവും വർഗവൈരുദ്ധ്യവും ഇത്രമേൽ ഘോരമായൊരു കാലം മാനവ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതിനെയാണ് ഈ സിവിൽ സൊസൈറ്റിയെ വിഭജിച്ചുകൊണ്ട് മറച്ചു പിടിക്കാനും ഒളിച്ചു വയ്ക്കാനും കുഴിച്ചു മൂടാനും ശ്രമിക്കുന്നത്. അത് സമ്മതിക്കില്ല. അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഈ സാഹോദര്യം എന്ന് പറയുന്നത് വെറും സാഹോദര്യമല്ല, ഈ വർഗ ചൂഷണം അവസാനിപ്പിക്കാനുള്ള, വർഗസമരം വളർത്തിയെടുക്കാനുള്ള സാഹോദര്യമാണ്, സമര സാഹോദര്യമാണ്. അപ്പോൾ സാഹോദര്യത്തിലുള്ള സമരവും സമരത്തിലൂടെ സാഹോദര്യവും വളർത്തിയെടുത്തുകൊണ്ട് ഈ പ്രതിസന്ധിയെ നമുക്ക് മുറിച്ചു കടക്കാൻ കഴിയണം.